നമ്മുടെ ഇന്നത്തെ വിഷയം മലയാളം എങ്ങനെ മലയാളമായി എന്നുള്ളതാണ്. കുറച്ചൊരു നമ്മൾ ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറയാറുണ്ടല്ലോ. വേനൻ കക്കാടിൻ്റെ സഫലമീ യാത്രയിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരും നേരം എങ്ങനെ മറിഞ്ഞു നാം എന്ന് പറയുന്നുണ്ട്. അതൊരു സംസ്കൃതി ബോധത്തിൻ്റെ പ്രസ്താവനയാണ്. നമ്മൾ ഈ കഴിഞ്ഞുപോയ വഴിയോര കാഴ്ചകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. നമ്മളല്ല, നമ്മുടെയൊക്കെ പൂർവികർ കടന്നു വന്ന പാതകളിലെ വഴിയോര കാഴ്ചകൾ എന്തായിരുന്നു എന്ന് നമ്മളുകൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒരു സംസ്കൃതി ബോധത്തിൻ്റെ കരുത്ത് അതാണ്. ആ ഒരു സംസ്കൃതി ബോധം നമുക്കില്ലാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രബോധം നമുക്കില്ലാതെ വരുമ്പോഴാണ് പല അതീശത്വ ശക്തികൾക്കും മൗലികവാദങ്ങൾക്കും വർഗീയവാദങ്ങൾക്കുമൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഓർമ്മയുടെ കരുത്തുണ്ടെങ്കിൽ, ഒരു സംസ്കൃതി ബോധത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രബോധത്തിൻ്റെ കരുത്ത് നമുക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ആ ഒരു കരുത്ത് നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ സ്വയം ആർജിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഈ ഒരു ഓർമ്മകൾ നമ്മളിങ്ങനെ ഒതുക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. കേരളം എങ്ങനെ ഒരു ഇന്നത്തെ കേരളമായി തീർന്നു, അല്ലെങ്കിൽ മലയാള ഭാഷ എങ്ങനെ ഇന്നത്തെ മലയാള ഭാഷയായി തീർന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കടമനിട്ട ചേട്ടൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ അറിയുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അങ്ങനെ നമ്മളെങ്ങനെ ഇന്നത്തെ നമ്മളായെന്ന് അറിയുന്നതിൻ്റെ വലിയൊരു ചരിത്രം നമ്മുടെ ഭാഷയിലുണ്ട്. നമ്മൾ പറയുമ്പോൾ ഒരു പണ്ട് എന്നൊരു കഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഒരു കുറേ വർഷം മുൻപാണ്, ഒരു 3000 വർഷം മുൻപ് മലയാളം എന്നൊരു ഭാഷ ഇല്ലായിരുന്നൊരു കാലമുണ്ട്. മലയാളം എന്ന ഭാഷ ശരിക്കും തമിഴിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമായൊരു മലയാള ഭാഷ ഉണ്ടാകുന്നത് 10-ാം നൂറ്റാണ്ടിലാണെന്നാണ് ഭാഷാ ചരിത്രകാരന്മാർ പറയുന്നത്. അതുവരെ മലയാളം തമിഴിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ തമിഴ് തന്നെയായിരുന്നു അന്നത്തെ മലയാളം. ഒരു 3000 വർഷം മുൻപൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ഭാഷയെക്കുറിച്ച് നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ, അന്ന് ഈ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം നമുക്കില്ല. അന്ന് അറിയാമല്ലോ, തമിഴകം എന്ന് പറയുന്ന ഒരു വിസ്തൃതമായൊരു പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഇന്നത്തെ കേരളം. അന്ന് മൂവരസന്മാരുടെ നാടെന്നാണ് തമിഴകത്തെ വിശേഷിപ്പിക്കുന്നത്. അന്ന് തമിഴകം എന്ന് പറയുന്നത് തിരുപ്പതി തുടങ്ങി കന്യാകുമാരി വരെ, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, ഇതിനിടയ്ക്ക് ഈ പ്രദേശം മുഴുവനും തമിഴകം എന്ന് പറയുന്ന ഒരു ബെൽറ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തെലുങ്ക് ദേശവും ആന്ധ്രാപ്രദേശവും കർണാടകയും എല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശം തന്നെയായിരുന്നു. എങ്കിലും മുഖ്യമായിട്ടും തമിഴകം എന്ന് പറയുമ്പോഴേക്ക് മൂവരസന്മാരുടെ നാടെന്ന് പറയും. അതായത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ നാടുകളാണെന്ന് ഈ മൂവരസന്മാരുടെ നാടെന്ന് പറയുന്നത്. ഈ നാട്ടിൽ, ഈ മൂവരസന്മാരുടെ നാട്ടിൽ, അതായത് ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളിൽ അന്നുണ്ടായിരുന്ന ഒരു പൊതുഭാഷയായിരുന്നു. അതിനെ ആദിദ്രാവിഡം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തുടക്കം ആദിദ്രാവിഡമാണ് പഴന്തമിഴെന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ക്രൂഡായിട്ടുള്ള, ഇന്നത്തെ തമിഴർക്ക് പോലും മനസ്സിലാവാത്ത തമിഴായിരുന്നു ശരിക്കും അന്ന് നമ്മുടെ ഈ പ്രദേശങ്ങളുണ്ടായിരുന്നത്, ഒരു 3000 വർഷമൊക്കെ മുൻപ്. പക്ഷേ ഈ ഭാഷയ്ക്കൊരു വലിയ പ്രത്യേകതയുള്ള ഭാഷയ്ക്ക് നാട്ടുവഴക്കങ്ങളുണ്ട്. പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഭാഷാ ഭേദങ്ങൾ വരും. അതെവിടെയും നമ്മുടെ മലയാളത്തിന് പോലും ഉണ്ടല്ലേ. മലയാളം പോലും നമ്മൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന പോലല്ല കാസർഗോഡും കണ്ണൂരും വടകരയിലുമൊക്കെ സംസാരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ സംസാരിക്കുന്ന പോലല്ല നെയ്യാറ്റിൻകരയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. വളരെ ഫണ്ണിയായിട്ട് നമ്മളത് പറയാറുണ്ട്. അത് നാട്ടുവഴക്കങ്ങളാണ്. ഓരോ പ്രദേശത്തിൻ്റെതായിട്ടുള്ള നാട്ടുവഴക്കങ്ങളും അവിടുത്തെ ജീവിതവുമൊക്കെ ഈ ഭാഷയിലേക്ക് ഇഴുകിച്ചേർന്ന് അങ്ങനെ ഭാഷയ്ക്ക് ഒരുപാട് ഭാഷാഭേദങ്ങളുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഭാഷയുടെ ഒരു വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. അങ്ങനെ ഈ നാട്ടുവഴക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഒരു ഭാഷ വികസിക്കുന്നത്, ഭാഷയിൽ പുതിയ പുതിയ പദങ്ങളുണ്ടാകുന്നതും ഭാഷ കൂടുതൽ ശാക്തീകരിക്കുന്നതും. ഈ നാട്ടുവഴക്കങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭാഷ മൃതഭാഷയായി തീരും. അങ്ങനെ സംഭവിച്ചതാണ് സംസ്കൃതത്തിൻ്റെയൊക്കെ അവസ്ഥ. സംസാരിക്കാൻ ആളുകൾ വേണം. സംസാരിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭാഷ വികസിക്കുകയുള്ളൂ. ലാറ്റിന് സംഭവിച്ചത് അതുതന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് എടുത്തു പറയാവുന്ന 2 പ്രധാന ഭാഷകളാണ്. സംസാരിക്കാൻ ആളില്ലാതെ വരികയും ചില രേഖകളിലും പ്രമാണങ്ങളിലും സാഹിത്യങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങുകയും ചെയ്യുമ്പോൾ ആ ഭാഷ നിലനിൽക്കാതെ വരും. പക്ഷെ മലയാളം അങ്ങനെയല്ല. മലയാളം ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളത്തെക്കുറിച്ച് എന്തെല്ലാം ആശങ്ക പറഞ്ഞാലും മലയാളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറ പോലും മലയാളത്തിൽ പുതിയ വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സമയമുണ്ട്, നമുക്ക് ഒടുവിൽ അതിലേക്ക് വരാം. പുതിയ തലമുറ മലയാളത്തിന് കൊടുത്ത വാക്കുകളെക്കുറിച്ച് നമുക്ക് ഒടുവിൽ സംസാരിക്കാം. അപ്പം അങ്ങനെ ഒരു നാട്ടുവഴക്കം നമുക്ക് മലയാളത്തിലുണ്ട്. ഇപ്പം കണ്ണൂർ നമ്മുടെ ഒതേൻസിൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ണൂർ വേണമെങ്കിൽ ഒതേൻസിൽ
ഊണ് കഴിക്കാനായിട്ട് പോകും. നല്ല ചൂട് മീൻകറിയും നല്ല ചൂട് ചോറും കൂടി ഒരുമിച്ച് കിട്ടുന്നൊരു പ്രത്യേക ഒരു സുഖമാണ് ഇലയിൽ. അപ്പം അവിടെ 1 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞാൻ വന്ദേ ഭാരതിന് പോയി ഇറങ്ങി 12:30 സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഉദയൻസിൽ പോയിട്ട് ഊണ് കഴിച്ചിട്ടേ പോകുള്ളൂ. ഒരിക്കൽ ഞാനിങ്ങനെ ഉദയൻസിലെ നമ്മുടെ യുവജനോത്സവത്തിൻ്റെ സമയത്താണ് 2016 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമയത്ത് ആദ്യമായിട്ട് പോകുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ പോയി ഊണ് കഴിച്ച് ആദ്യം ചോറിട്ട് കഴിഞ്ഞ് രണ്ടാമത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ചോറായിട്ട് തന്നെ എൻ്റെ അടുത്ത് ചോറിനോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല എന്താണെന്ന്. ചോറിനോ എന്നാണ് ചോദിക്കുന്നത്. പുള്ളി ചോറ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളിയായ എനിക്ക് എൻ്റെ മലയാളം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നാട്ടുവഴക്കത്തിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമാണ്. അപ്പം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഒരാൾ അപ്പി എവിടെ പെയ്യ് എന്ന് ചോദിച്ചാൽ വടക്കുള്ളവർക്ക് വല്ലതും മനസ്സിലാവുമോ? എന്താണ് ഈ അപ്പി എന്ന് പോലും മനസ്സിലാവില്ല. ഏത് അപ്പിയാണ് ഉദ്ദേശിക്കുന്നത് പോലും മനസ്സിലാവില്ല. കുട്ടി എവിടെ പോയി എന്നാണ് അദ്ദേഹം വളരെ ശുദ്ധമായിട്ട് ചോദിക്കുന്നത്. പക്ഷേ മധ്യ തിരുവിതാംകൂറുകാരൻ കുട്ടി എവിടെ പോയി കുഞ്ഞെവിടെ പോയി എന്ന് ചോദിക്കുന്നതിന് അപ്പി എവിടെ പെയ്യ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഈ ഒരു നാട്ടുവഴക്കം പണ്ടും ഉണ്ടായിരുന്നു. തമിഴകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു, നമ്മുടെ ചേരത്തിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം ഈ പഴന്തമിഴ് അല്ലെങ്കിൽ ആദ്യ ദ്രാവിഡം എന്ന് പറയുന്ന ഭാഷ പൊതുവായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ പോലും ഓരോ പ്രദേശങ്ങളിലും അതാത് പ്രദേശങ്ങളിലെ നാട്ടുവഴക്കമനുസരിച്ചാണ് ആ ഭാഷ സംസാരിച്ചിരുന്നത്. ആ നാടിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകൾ ആ ഭാഷയിൽ ലയിച്ചു ചേർന്നിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷയിലൊരു വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അത് BC 3-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ BC 3-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അശോക ചക്രവർത്തി കലിംഗ യുദ്ധം നടത്തിയ സമയമാണ്. കലിംഗ യുദ്ധം നടത്തി നമുക്കെല്ലാം അറിയാവുന്നതാണ്. മാനസാന്തരപ്പെട്ടു, അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു. ബുദ്ധമതത്തോട് വല്ലാത്തൊരു പ്രണയം അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ബുദ്ധമതം തേരാവാദ സിദ്ധാന്തത്തിൽ നിന്നും മഹായാനിസമായിട്ട് മാറുന്നു. വൈശാലിയിൽ ചേർന്ന സമ്മേളനത്തിൽ അത് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യുന്നു. അവരൊരു മുഖ്യധാര വിശ്വാസ പ്രമാണമായിട്ട് മാറുന്നു. അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക, ഇത് ഇങ്ങനെ വ്യാപിപ്പിക്കണം. അതിനുവേണ്ടി അശോക ചക്രവർത്തി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലേക്കും സിരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീലങ്ക, അവിടേക്കൊക്കെ ഒരുപാട് ബുദ്ധമത അനുയായികളെ വിടുകയാണ്. സംഘമിത്ര അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണ് അവിടേക്ക് പോയത്. നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പോയ ബുദ്ധസന്യാസിമാരിൽ ഒരു സംഘം വരുന്നത് നമ്മൾ ഈ പറഞ്ഞ തമിഴകത്തേക്കാണ്. അതിൽ ഒരു വിഭാഗം നമ്മുടെ ഈ ചേരം എന്ന് പറഞ്ഞ പ്രദേശത്തേക്കും വരുന്നുണ്ട്. അത് BC 3-ാം നൂറ്റാണ്ടിൽ രക്ഷാതിധീരൻ എന്ന് പറയുന്ന ഒരു ബുദ്ധസന്യാസിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ചേരത്തേക്ക് കുറേ പേര് വരികയാണ്. കുറേ പേരെന്ന് പറഞ്ഞാൽ വലിയൊരു സംഘമുണ്ടത്. നൂറുകണക്കിന് ആൾക്കാരുടെ ഒരു വലിയ സംഘമായിട്ടാണ് ഈ ബുദ്ധസന്യാസികൾ വരുന്നത്. അവരേതെങ്കിലും ഒരിടം പിടിച്ച് അവിടെ ഏതെങ്കിലും ഫെർട്ടൈലായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റിൽ ചെയ്ത് അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അങ്ങനെ ഇവിടെ വന്ന രക്ഷാധിധീരൻ എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ കൈത്തൊഴിലുകാരുണ്ടായിരുന്നു, ഉഴവരുണ്ടായിരുന്നു, അവിടെ വൈദ്യമറിയാവുന്നവരുണ്ട്, ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അവർ വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യുന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഷയ്ക്കൊരു പഴന്തമിഴായിരുന്ന ഒരു ഭാഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. തമിഴിലെ ശരിക്കും പറഞ്ഞാൽ AD 2-ാം നൂറ്റാണ്ട് മുതൽ AD 7-ാം നൂറ്റാണ്ട് വരെയാണ് ശരിക്കും നമ്മുടെ തമിഴിലെ സാഹിത്യത്തിൻ്റെ ഒരു പൂക്കാലമായിട്ട് പറയുന്നത്. സംഘകൃതികളൊക്കെ ആ പീരീഡിലായിരുന്നു. അതൊക്കെ ഇവരുടെ വരവിന് ശേഷമാണ്, ഈ ഭാഷ ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷമാണ്. പക്ഷേ ഈ ബുദ്ധസന്യാസിമാരുടെ വരവോടുകൂടി തമിഴ് ഭാഷയിലേക്ക്, പഴന്തമിഴ് ഭാഷയിലേക്ക് പുതിയ 2 ഭാഷകളൂടി കടന്നു വരികയാണ്. ഒന്ന് പാലി ഭാഷ, 2 മാഗധം എന്ന് പറയുന്ന, മാഗധം എന്നും മാഗധീയം എന്നും പറയും അല്ലേ പക്ഷേ അല്ലേ ഈ ഇത് വരും. അതിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായത് പാലി ഭാഷയ്ക്കാണ്. സംഘകൃതികൾ എല്ലാം ഇതിന് ശേഷമാണ്, ഇവരുടെ വരവിന് ശേഷമാണ് സംഘകൃതികൾ ഉണ്ടാകുന്നത്. ഈ സംഘകൃതികൾ എഴുതിയതെല്ലാം തന്നെ ബുദ്ധസന്യാസിമാർ അല്ലെങ്കിൽ ജൈന സന്യാസിമാർ അല്ലെങ്കിൽ അവരുടെ അനുയായികളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പുറനാന്നൂറ്, അകനാന്നൂറ്, 18 ഐങ്കുറുനൂറ്, കലിത്തൊകൈ, കുറുന്തൊകൈ, ഇതൊക്കെ പറയുന്നത് എല്ലാം പാട്ടുകളാണ്, പഴന്തമിഴ് പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്, ഇതിലെ പല ഈ പാട്ടുകളും ചേരവുമായിട്ടും ചേര രാജാവുമായിട്ടൊക്കെ ബന്ധമുള്ള, ഞാൻ ഈ അകനാന്നൂറും പുറനാന്നൂറും ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നല്ല പ്രണയരസങ്ങളുള്ള പാട്ടുകളാണ്. വീരാരാധനയും പ്രണയാരാധനയും ഒക്കെ ഒരുമിച്ച് വരുന്ന വളരെ മനോഹരമായ, പ്രകൃതിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നമ്മളെ
മോഹിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതിയൊക്കെ വർണ്ണിക്കുന്ന പാട്ടുകളാണ്. അതുപോലെ ആ കാലത്ത് അതിൻ്റെ പിൽക്കാലത്താണ് നമുക്ക് ചിലപ്പതികാരം ഉണ്ടാകുന്നത്. ചിലപ്പതികാരം ഇളങ്കോവടികൾ എഴുതിയാണെന്നറിയാം. ചിലപ്പതികാരങ്ങളുടെ 3 ഖണ്ഡങ്ങളിൽ ഒരു ഖണ്ഡം തന്നെ വഞ്ചികാണ്ഡമാണ്. അതായത് നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ളതാണ്. അദ്ദേഹം ചിലപ്പതികാരം എഴുതിയ ഇളങ്കോവടികൾ ഈ ചേരദേശത്ത് ജീവിച്ചിരുന്ന ആളുമാണ്. അദ്ദേഹം ചോളത്തോ പാണ്ഡിത്തോ ജീവിച്ചിരുന്ന ആളുമല്ല. അപ്പം ഇതൊക്കെ നമുക്ക് മലയാളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാര്യം മലയാള ഭാഷയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ദേശത്ത് നിന്ന് ഉണ്ടായൊരു കൃതിയാണ് ഈ പറഞ്ഞ ചിലപ്പതികാരം. അതുപോലെ തന്നെ ബൗദ്ധകൃതികൾ, ഇപ്പം ആയുർവേദത്തിൽ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്ന അഷ്ടാംഗ ഹൃദയം എഴുതുന്നത് കേരളത്തിൽ വെച്ചാണ്. ഇന്നത്തെ കേരളം, അതായത് ചേരം. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കായംകുളത്തിനും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയ്ക്കായിട്ട്, ഇപ്പോൾ അത് കടലിലാണ് ആ പ്രദേശം. അവിടെ ശ്രീമൂലവാസം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ചീമൂതവാദം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ദക്ഷിണാപുരത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായിരുന്നു. ഉത്തരാപുരത്തിലും ദക്ഷിണാപുരത്തിലുമുള്ള 2 ബുദ്ധവിഹാരങ്ങളിൽ ദക്ഷിണാപുരത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായിരുന്നു ചീമൂതവാദം. മൂഷികപുര 11-ാം നൂറ്റാണ്ടിലെ അതുലൻ്റെ മൂഷികപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇതിൻ്റെ പ്രാസാദാഗ്രങ്ങൾ പക്ഷി പറക്കുന്ന ഉയരത്തിലായിരുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തെക്കുറിച്ച് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. അവിടെ അവലോകനീശ്വരൻ്റെ പ്രതിഷ്ഠയായിരുന്നു, ബുദ്ധൻ്റെ തന്നെ ഒരു അവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധ സന്യാസിമാരും അർഹതന്മാരും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഈ മൂഷികപുരാണത്തിൽ പറയുന്നുണ്ട് 11-ാം നൂറ്റാണ്ടിലെ മൂഷികവംശത്തിലെ രാജാക്കന്മാർ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് താമസിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് പക്ഷേ ഒരു 11-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഒരു വലിയൊരു കടൽക്ഷോഭം ഉണ്ടായിട്ട് അത് കടലിൽ അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നത്. അപ്പം അവിടെ ഇരുന്നാണ് വാഗ്ഭട മുനി ഈ അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞ കാവ്യം എഴുതുന്നത്. പക്ഷേ ഈ അഷ്ടാംഗ ഹൃദയ കാവ്യം പിന്നീട് ഇവിടെ ഒരു ബ്രാഹ്മണ അധിനിവേശം ഉണ്ടായ സമയത്ത് ഇത് ഹൈജാക്ക് ചെയ്ത് അതിൻ്റെ ബുദ്ധപദം മാറ്റി രാമപദമാക്കിയിട്ട്, ഇപ്പം നമ്മളത് നോക്കുകയാണെങ്കിൽ രാമപദമാണല്ലോ, ബുദ്ധപദമില്ല, മാറ്റിയിട്ട് അതെല്ലാം ഹൈജാക്ക് ചെയ്ത് തമിഴകത്തൊക്കെ നടന്നൊരു കാര്യമാണ്. അങ്ങനെ അവിടെ സംസ്കൃതിയൊക്കെ ഒരുപാട്, ഇപ്പം ഈ കേന്ദ്ര സർക്കാർ മാത്രമല്ല പണ്ടും ചെയ്തിരുന്നു. നമ്മുടെ സംസ്കൃതിയും ചരിത്രത്തെയൊക്കെ മാറ്റി എഴുതുന്ന പരിപാടിയൊക്കെ പണ്ടേ ഉണ്ട്. പഴയ ബ്രാഹ്മണിക് അധിനിവേശത്തിൽ ഇവിടെ നടന്നതും ഇതൊക്കെ തന്നെ. ഇവിടെ ബൗദ്ധം ഇല്ലാതായി എന്ന് ഇവിടെ പലപ്പോഴും എൻ്റെ കൃതികളൊക്കെ വായിച്ചിട്ട് MGS നാരായണൻ സാറ് തർക്കിക്കും, കേരളത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധമതം ഉണ്ടായിരുന്നില്ല, കേരളത്തിൻ്റെ ഒരു ബുദ്ധമത പാരമ്പര്യമേ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം കണ്ണുടച്ച് തർക്കിക്കുമായിരുന്നു, നിഷേധിക്കുമായിരുന്നു. പക്ഷേ KK കുറുപ്പ് സാറിനെ പോലുള്ള ഒരു ചരിത്രകാരന്മാരുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇവർ അത് നിഷേധിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, നിഷേധിക്കുന്നവരാണ്. അവർക്ക് താല്പര്യമില്ല, ഇവിടെ ബുദ്ധമതം ഉണ്ടായിരുന്നു എന്ന് പറയാൻ താല്പര്യമില്ല. കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതത്തിൻ്റേതായിട്ടുള്ള യാതൊരു അവശിഷ്ടങ്ങളും ഇവിടെ ഇല്ലെന്നാണ് അവർ വാദിക്കുന്നത്. ഭൗതികമായിട്ട് ഇവിടെ യാതൊരു ബുദ്ധക്ഷേത്രങ്ങളും കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ബുദ്ധക്ഷേത്രങ്ങളെല്ലാം, ഇവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും പഴയ ബുദ്ധക്ഷേത്രങ്ങളാണ്. അതിനെല്ലാം പരിവർത്തനപ്പെടുത്തിയതാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ വന്നു. ഒരു 9th സെഞ്ച്വറിയിൽ ഈ ബ്രാഹ്മണിക് അധിനിവേശം ഇവിടെ ഉണ്ടായതിനു ശേഷം, ആയുധമേന്ത്യ ബ്രാഹ്മണിക് അധിനിവേശം ഇവിടെ ഉണ്ടായതിനു ശേഷം ഒരു വളരെ കുടിലമായിട്ടുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. അത് കാലങ്ങളിലൂടെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇവിടുത്തെ ബൗദ്ധം മുഴുവൻ ഇല്ലാതാക്കുന്നത്. ഇല്ലാതായെങ്കിലും അത് ഇപ്പോഴും ഉണ്ടെന്നുള്ളതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഏറ്റവും നിത്യോപയോഗത്തിൽ നമുക്ക് വരുന്ന വാക്കുകൾ അധികം പാലി ഭാഷയിൽ നിന്നാണ്. നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ പഴന്തമിഴിൽ നിന്നും മലയാളമായിട്ട് രൂപാന്തരപ്പെട്ട ഈ മലയാളത്തിൽ എങ്ങനെയാണ് മറ്റൊരു ഭാഷ, ഈ പ്രദേശത്തൊന്നുമില്ലായിരുന്നൊരു ഭാഷ എങ്ങനെ വരും? അപ്പോൾ ആ ഭാഷയുമായിട്ടൊരു കണക്ഷൻ നമുക്കില്ലേ? മലയാളത്തിന് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു ഭാഷയെന്ന് പറഞ്ഞാൽ അത് പാലി ഭാഷയാണ്. അതിന് ശേഷമേ സംസ്കൃതം വരുള്ളൂ. ഈ തമിഴും പാലിയുമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ ആദിദ്രാവിഡം. ആദിദ്രാവിഡവും തമിഴും പഴന്തമിഴും ഒന്ന് തന്നെയാണ്. അപ്പം തമിഴും പാലിയുമാണ് ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷയായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയായിട്ട് രൂപപ്പെടുത്തിയത്. ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ അമ്പരന്ന് പോകും. ഞാൻ പറയാം. ഞാൻ എൻ്റെ ഉല എന്ന പുതിയ നോവൽ എഴുതാൻ വേണ്ടി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലാണ്. അത് നേരത്തെ ടീച്ചർ പറഞ്ഞത്. ആ നോവൽ എഴുതാൻ വേണ്ടി ഒരു 3-4 വർഷം നടത്തിയൊരു റിസർച്ചിൽ ഒരു 400-ലധികം പാലി വാക്കുകൾ മലയാളത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. 400-ലധികം. ഇനിയും ഒരു ഗവേഷണമൊക്കെ നടത്തുകയാണെങ്കിൽ കൂടുതൽ കിട്ടും.
മലയാളത്തിൽ ഏറ്റവും നമ്മൾ പ്രയോഗിക്കുന്ന നിത്യം പ്രയോഗിക്കുന്ന വാക്കുകളാണ് പാലി വാക്കുകൾ. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണിക് അധിനിവേശത്തിന് ശേഷമാണ് ഇവിടെ ഫ്യൂഡൽ സമ്പ്രദായം വരുന്നത്. ഇവിടെ ഫ്യൂഡലിസവും ജാതി വ്യവസ്ഥയും ഒരുമിച്ചാണ് വരുന്നത്. അതുവരെ ഇവിടെ ഫ്യൂഡലിസം ഇല്ലായിരുന്നു, ഇവിടെ ജാതി വ്യവസ്ഥയും ഇല്ലായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ 9-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണിക് അധിനിവേശത്തിന് ശേഷം ഇവിടെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമാകുന്നത്. പറഞ്ഞാൽ ഇവിടുത്തെ ഭൂസ്വത്തുകൾ മുഴുവൻ അവർ പിടിച്ചടക്കുകയാണ്. അതുവരെ കൈവശം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്നും ഭൂസ്വത്തുകളെല്ലാം ഈ അധിനിവേശക്കാർ പിടിച്ചടക്കി. ഈ ഭൂസ്വത്ത് കൈവശം വെച്ചിരുന്ന ബൗദ്ധന്മാരെയെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലായ്മക്കാരാക്കി മാറ്റി, അവരെ മ്ലേച്ഛന്മാരാക്കി. അവരവർക്ക് വഴങ്ങാതിരുന്നതുകൊണ്ട് അവരെ ചണ്ടാളന്മാരായിട്ട് മുദ്രകുത്തി അവരെ അയിത്തം കൽപ്പിച്ച് 3 രീതിയിൽ അവരെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. ഭൗതികമായിട്ട് തകർത്തു. രണ്ടാമതായിട്ട് ഭൗതികമായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തെല്ലാം കവർന്നെടുത്തു. രണ്ടാമത് അവരെ വൈജ്ഞാനികമായിട്ട് തകർത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. ഇവിടെ 9-10 നൂറ്റാണ്ടുകൾക്ക് ശേഷം സാധാരണക്കാർക്ക് ഇവിടുത്തെ ശൂദ്രന്മാരിൽ മേലെ വിഭാഗത്തിലുള്ളവർക്കല്ലാതെ ആർക്കും തന്നെ വിദ്യാഭ്യാസത്തിന് അവസരമില്ലായിരുന്നു. വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് നിഷേധിച്ചു. മലയാളം പോലും പഠിക്കാൻ പറ്റാത്തൊരു, മലയാളമോ സംസ്കൃതമോ ഒന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടന്നു. പിന്നെ അവരുടെ അതായിട്ടുള്ള എല്ലാം കവർന്നെടുത്തു. ഇപ്പം പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം കവർന്നെടുത്തു. ആലയങ്ങളെല്ലാം കവർന്നെടുത്തു. അതെല്ലാം കൺവേർട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു വലിയൊരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഹ്യുവാൻസാങ് 7-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനന്ന് സഞ്ചരിച്ച പ്രദേശങ്ങളിൽ 7th സെഞ്ച്വറിയിലാണ്. ഞാൻ 10,000-ത്തിലധികം ബുദ്ധഭിക്ഷുക്കളെ കണ്ടു. ഞാൻ 1000-ത്തിലധികം ബുദ്ധവിഹാരങ്ങൾ കണ്ടു. പക്ഷേ മലകൂടത്തിൽ മാത്രം ക്ഷയിച്ചു വരുന്നതായിട്ട്, ബൗദ്ധം ക്ഷയിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാര്യം ഈ ഒരു പ്രക്രിയ വളരെ നേരത്തെ തുടങ്ങി. ശങ്കരാചാര്യർക്ക് ശേഷം തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ചാതുർവർണ്ണ്യം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോപ്പഗൻഡ ആരംഭിച്ചു കഴിഞ്ഞു. അത് വളരെ സംഘടിതമായിട്ടും വളരെ സായുധമായിട്ടുമാണ് അവർ ചെയ്തിരുന്നത്. എവിടെയാണോ ആയുധത്തിൻ്റെ സഹായത്തോടെ തോൽപ്പിക്കേണ്ടത്, കീഴടക്കേണ്ടത്, അവിടെ ആയുധത്തിൻ്റെ സഹായത്തോടെ കീഴടക്കി അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ തമിഴകത്തൊരു സംഭവം ഉണ്ടായത്, തമിഴകത്ത് അതുവരെയും ഈ നായനാർമാരും ആൾവാർമാരും എന്ന് പറഞ്ഞ 2 സെക്റ്റായിട്ടാണ് ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നത്. പണ്ട് വന്ന ആര്യന്മാരുടെ 2 വിഭാഗങ്ങളായിരുന്നു. നായനാർമാരെന്ന് പറഞ്ഞാൽ ശൈവന്മാരായിരുന്നു. ആൾവാർമാർ വൈഷ്ണവരായിരുന്നു. ഇവർ പരസ്പരം കലഹിച്ചിരുന്നവരാണ്. വൈഷ്ണവന്മാർക്ക് ശൈവന്മാരെ പേടിയായിരുന്നു. ശൈവന്മാരുടെ എപ്പോഴും ഈ നായനാർമാരുടെ എപ്പോഴും ഈ ശൂലം ഉണ്ടാവും, മറ്റേ ത്രിശൂലം ഉണ്ടാവും. എടുത്ത് ദേഷ്യമായവർ അപ്പോഴെടുത്ത് കുത്തും, അത് പ്രയോഗിക്കും. വൈഷ്ണവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ശരിക്കും ഈ കുംഭമേളയുടെയൊക്കെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വൈഷ്ണവ ബൈഠക്സ് ഒക്കെ നടത്താനുള്ള കാര്യം തന്നെ ഇതാണ് എന്ന് പഴയ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഇവർ തമ്മിൽ ഒരുമിക്കുകയാണ്. ഒരു 9th സെഞ്ച്വറി ആയപ്പോൾ ഇവർ തമ്മിൽ യോജിക്കുകയാണ്. ഇവർ തമ്മിൽ യോജിച്ചിട്ടാണ് തമിഴകത്തെ ശ്രീരംഗം ക്ഷേത്രം പിടിച്ചടക്കുന്നത്. ശ്രീരംഗം ക്ഷേത്രം ആദ്യം കൊള്ളയടിക്കുന്നു. അവിടുത്തെ മുഴുവൻ സമ്പത്ത് സമ്പത്തുള്ളൊരു ബൗദ്ധ ക്ഷേത്രമായിരുന്നു. അത് പിടിച്ചടക്കുന്നു. അവിടെ അത് കൺവേർട്ട് ചെയ്തു. അവിടുത്തെ പ്രതിഷ്ഠ മാറ്റുന്നു. ഇന്ന് അതൊരു ഹിന്ദു ദേവതാ ക്ഷേത്രമാണ്. ഇതൊരു തുടക്കമാണ്. നയനാർമാരും ആൾവാർമാരും കൂടി നടത്തിയ ഒരു സംയുക്ത പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. ഈ സംയുക്ത പോരാട്ടമാണ് പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്നു എന്ന് വെച്ചാൽ, കേരളത്തിൽ 9th സെഞ്ച്വറി ശങ്കരാചാര്യർക്ക് ശേഷമാണ്. ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലത്ത് ശങ്കരാചാര്യരെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ച് അപഹസിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. അദ്ദേഹത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എടുത്തുകൊണ്ട് അവർ സംയുക്തമായിട്ടൊരു പോരാട്ടത്തിന് കേരളത്തിലേക്കും നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക്, തമിഴകം മുഴുവനായിട്ട് ഇങ്ങനെ നടത്തുന്ന കൂട്ടത്തിൽ കേരളത്തിലേക്കും വരികയാണ്. ശരിക്കും ഇവിടെ ഇത് ആദ്യം തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ പഴയൊരു കണ്ണകി ക്ഷേത്രം, ബാഹു എന്ന് പറയുന്നൊരു സിരാൻ രാജാവ്, ശ്രീലങ്ക രാജാവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെങ്കുട്ടവൻ്റെ കാലത്ത് പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നത്. ഇവർ ആദ്യം ചെയ്യുന്നത് ഈ ക്ഷേത്രം ഇവരെ കയ്യേറിയിട്ട് തെറിവിളിച്ചാണ് വരുന്നത്. തെറിവിളിച്ച് വന്ന് ക്ഷേത്രം കയ്യേറി അവിടെ കോഴികളെ കുരുതി കഴിച്ച് അവിടെ രക്തം ഒഴുക്കി. ബൗദ്ധന്മാർക്ക് ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അവരെയൊക്കെ ഓടിക്കുകയാണ്. ഓടിച്ചിട്ട് അവിടുത്തെ ബലിക്കല്ലിൽ വെച്ച് ആദ്യം ഒരു ബുദ്ധഭിക്ഷുവിനെ കൊല്ലുകയാണ്, തലവെട്ടി കൊല്ലുകയാണ്. എന്നിട്ടാണ് ഈ ക്ഷേത്രം കൈയടക്കുന്നതും അവിടുത്തെ പ്രതിഷ്ഠ ഇവർ ഹൈന്ദവൽക്കരിക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരെ ഭരണിപ്പാട്ടും കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ആ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ചേർത്തല അല്ലേ, ടീച്ചർക്ക് അറിയാമല്ലോ, ചേർത്തല കാർത്യായനി ക്ഷേത്രം.
ചേർത്തല കാർത്യായനി ക്ഷേത്രം കീർത്തിനി എന്ന് പറഞ്ഞൊരു ബുദ്ധ സന്യാസിനിയുടെയായിരുന്നു. ഒരു താന്ത്രിക് ബുദ്ധ യോഗിനിയായിരുന്നു കീർത്തിനി. നമ്മുടെ മാതൃഭൂമിയിലെ ലേഖനത്തിൽ പറഞ്ഞില്ലേ, ആ ഒരു താന്ത്രിക് ബുദ്ധിസ്റ്റിലെ ഒരു യോഗിനിയായിരുന്നു. ബുദ്ധിസം 3 ഘട്ടങ്ങളായിട്ട് 3 വകഭേദങ്ങളായിട്ട് മാറുന്നുണ്ട്. സത്യത്തിൽ എൻ്റെ ടോക്ക് ബുദ്ധിസത്തെക്കുറിച്ചല്ല, പക്ഷേ ഇതൊന്ന് പറഞ്ഞേക്കാം. ആദ്യമായിട്ട് നമുക്ക് ഥേരാവാദ ബുദ്ധിസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മഹായാന ബുദ്ധിസമായി മാറി. AD 3-4 നൂറ്റാണ്ടോടുകൂടി ഇത് വജ്രയാന ബുദ്ധിസമായിട്ട് മാറുന്നു. വജ്രയാന ബുദ്ധിസം എന്ന് പറഞ്ഞാൽ എക്സ്റ്റസി ത്രൂ ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണ്. പ്രണയത്തിലൂടെ നിർവ്വാണം പ്രാപിക്കാൻ കഴിയും എന്ന് പറയുന്നൊരു പുതിയ, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് പ്രചരിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം ഇത് വ്യാപിച്ചിരുന്നു. ഈ 3ാമത്തെ വജ്രയാന ബുദ്ധിസം. ഒരുപാട് യോഗിനിമാർ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് യോഗിനിമാർ. അവരുടെ വിഹാരങ്ങളിൽ ഒന്നായിരുന്നു ഞങ്ങളുടെ ചേർത്തല കാർത്യായനി ക്ഷേത്രം. ഇപ്പം ഐതിഹ്യത്തിൽ പറഞ്ഞ ഏതോ ഒരു വില്വമംഗലം അല്ലെ സ്വാമിയാരിങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഊഞ്ഞാലാടുന്ന കണ്ടു, പുറകെ ഓടി 7 കുളത്തിൽ ചാടി, 7ാമത്തെ കുളത്തിൽ വെച്ച് മുടിക്കൂത്തിന് പിടിച്ചിരുത്തി, പ്രതിഷ്ഠിച്ചു, തെറി പറഞ്ഞുകൊണ്ടിരുത്തി. അങ്ങനെയാണ് അവിടെ തെറിപ്പാട്ട് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതല്ല സംഭവം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 8 വയസ്സിൽ ചേർത്തല വരുമ്പോൾ ചേർത്തലയിൽ ചൂട്ടുപടയണിയുണ്ട്. രാത്രി ചൂട്ട് കത്തിച്ച് മദ്യപിച്ച് ആർത്തലച്ച് ആണുങ്ങൾ വന്ന് പരസ്പരം തെറി വിളിച്ച്, എനിക്ക് 8 വയസ്സിലൊക്കെ വല്ലാതെ പേടി തോന്നിയൊരു കാര്യമായിരുന്നു. ഇന്നും ആ ചൂട്ടുപടയണി ചേർത്തലുണ്ട്. അതൊക്കെ പഴയ ഈ ബ്രാഹ്മണിക് അധിനിവേശത്തിൻ്റെ ചൂട്ടുപടയണിയാണ്. അന്ന് ബ്രാഹ്മണരെ ചെയ്ത ഇതാണ്. അവർക്ക് സ്ട്രെങ്ത് കുറവായിരുന്നുകൊണ്ട്, ഇവിടെ താമസിക്കുന്ന ബുദ്ധന്മാർക്ക് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. കാര്യം ചൂർണിപ്പുഴ താണ്ടിയാണ് വരുന്നത്. ചൂർണി വരെ ആദ്യം പണ്ട് ടിപ്പുവിനും ഈ മറ്റേ പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം തിരിച്ചു പോകേണ്ടി വന്നല്ലോ. അതേ പ്രശ്നം ഇവർക്കും പലവണ ഉണ്ട്. ഇവർ പലവണ വന്നിട്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ ഒടുവിൽ വരുന്ന വരവെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് ഇവർ വരികയാണ്. വന്ന് ഇങ്ങോട്ട് കടന്നിട്ടാണ് പിന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം പിടിച്ചടക്കുന്നത്. നമ്മുടെ ഇരിഞ്ഞാലക്കുട ക്ഷേത്രം ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു ജൈന തീർത്ഥങ്കരൻ്റെ പേരുള്ള ഒരു വിഹാരമായിരുന്നു, ജൈനക്ഷേത്രമായിരുന്നു. അവിടെ അവിടെ ചോരയൊന്നും ഒഴുക്കിയില്ല. വളരെ തന്ത്രപൂർവ്വം അവിടുത്തെ ജൈനരെ ഒരാളരാക്കി ഈ ഭരദ്വാജനെ ഭരതനാക്കി മാറ്റി. ഒരു ബന്ധമില്ലാന്ന് ഓർക്കണം. അങ്ങനെ ഒരു ഭരതക്ഷേത്രമായിട്ട് മാറ്റി. പിന്നീട് ഈ അനുഷ്ഠാനങ്ങളൊക്കെ മാറിയപ്പോഴാണ് ഈ ഭാവം ഒരാളന്മാർ അറിയുന്നത് ഇവരിതിനെ കൺവേർട്ട് ചെയ്തു എന്നാണ്. അതുപോലെ ഇപ്പോഴത്തെ കല്ലിൽ ഭഗവതി ക്ഷേത്രം ഞാനവിടെ പോയിട്ടുണ്ട്, പെരുമ്പാവൂരിൻ്റെ അടുത്ത്. അത് പഴയ പാർശ്വനാഥിൻ്റെയും പത്മാവതിയുടെയും ക്ഷേത്രമായിരുന്നു, ജൈനക്ഷേത്രമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രമുണ്ട്. നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം പത്മാവതിയുടെ പ്രതിഷ്ഠയാണ് അവിടെ. അതിനെ ഭഗവതിയാക്കി, ഇപ്പം ഭഗവതിയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഞാൻ പറഞ്ഞ ഭാഷയുടെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന കാര്യം. അപ്പം അങ്ങനെ ഈ ഒരു സംസ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചോരയുടെ മണമുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ. ഇന്നത്തെ മലയാളത്തിന് ചോരയുടെ മണമുണ്ട്. കാര്യം ഈ പാലിഭാഷയിലൂടെയാണ് നമ്മൾ മലയാളമായി തീർന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ജാതി ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. ഇപ്പം ജാതി സമ്പ്രദായം കൂടെ വരുന്നത് ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴകത്ത് 5 തിണകളിലായിട്ടാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്. 5 തിണകൾ. ഇപ്പോൾ ഈ ഒരു രാജ്യത്തിനെയൊക്കെ പല തിണകളായിട്ടാണ് തിരിക്കുന്നത്. ഓരോ തിണയും ഇങ്ങനെ സ്കാറ്റേർഡാണ്, പലയിടത്തായിട്ട് ഉണ്ടാകും. അപ്പോൾ ഒരു തിണയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അകനാന്നൂറും പുറനാന്നൂറും വായിക്കുകയാണെങ്കിൽ ഈ തിണകളെക്കുറിച്ചുള്ള പ്രതിപാദ്യം കേൾക്കാം. ഒന്ന് കുറിഞ്ഞിയാണ്. കുറിഞ്ഞി എന്നാണ് ഒരു തിണയുടെ പേര്. കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ മലവാരങ്ങളാണ്. മലവാരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കുറിഞ്ഞികളാണ്. അവിടെയാണ് കുറവർ, പുനവർ, കാനവർ, കാടർ എന്ന് പറയുന്ന വിഭാഗക്കാർ. അവർ ജാതിയല്ല. അവരെ ആ പേര് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ ജീവിക്കുന്നവരായതുകൊണ്ടാണ്. അവിടെ ജീവിച്ച് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ പേര് വിളിക്കുന്നത്. അവർ ജാതിപ്പേരല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത തിണയായിരുന്നു പാലൈ എന്ന് പറഞ്ഞാൽ മഴ കിട്ടാത്ത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പാലക്കാടെന്ന് പേര് വരാൻ കാര്യം ഇവിടെ പാല ഉണ്ടായിട്ടല്ല. അതൊരു പാലൈ പ്രദേശമായിരുന്നു പണ്ട്. മഴ കിട്ടാത്ത പ്രദേശം. ഇപ്പോഴും പാലക്കാട് മഴ കിട്ടത്തില്ലല്ലോ. ഇവിടെയൊക്കെ കേരളത്തിൽ എവിടെ മഴ പെയ്താലും പാലക്കാട് മഴ കിട്ടത്തില്ല. പാലയിലെ മറവരും വേടരുമാണ് അവിടെ ജീവിച്ചിരുന്നത്. പിന്നെയുള്ളത് മുല്ലയാണ്. മുല്ലയെന്ന് പറഞ്ഞാൽ മെഡോസാണ്. മെഡോസും പിന്നെ കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ പ്രദേശങ്ങളെയാണ് മുല്ലയെന്ന് പറയുന്നത്. അവിടെയൊക്കെ കാലി മേയ്ക്കാൻ ഏറ്റവും സൗകര്യമുള്ളതുകൊണ്ട് അവിടെ ആയർമാരാണ് അവിടെ ജീവിച്ചിരുന്നത്. അവരുടെ ജോലി കാലി മേയ്ക്കലായിരുന്നു. പിന്നെയുള്ളത് മരുതമാണ് ഏറ്റവും ഫെർട്ടിലായ സ്ഥലങ്ങൾ. അത് നദീതടങ്ങളാണ് മരുതം. ഏറ്റവും ഫെർട്ടിലായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് വയലുകളൊക്കെ ഉണ്ടാവുക. അവിടെയുള്ളവർ ഉഴവർ, വേളാളർ, പുലവർ എന്ന് പറയുന്നവരൊക്കെ അവിടെയാണ് ജീവിച്ചിരുന്നത്. ഈ പുലയർ നമ്മൾ പറയുമ്പോഴേ, പുലയർ നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ അറിവിൽ പുലയർ എന്ന് പറയുമ്പോൾ ഒരു അധസ്ഥിത ജാതിയാണ്, ചണ്ടാള ജാതിയാണെന്നൊക്കെ പഴയ ബ്രാഹ്മിൺസ് അടിച്ചേൽപ്പിച്ച ഒരു ജാതി വ്യവസ്ഥയിൽ അങ്ങനെ വന്ന് ചേർന്നിരിക്കുകയാണ്. എന്താണ് ഈ പുലം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? നിലം എന്നാണ് ഒരർത്ഥം.
പുരത്തിൻ്റെ ഒരർത്ഥം നിലവാണ്. അതിലും ഏതൊരർത്ഥമുണ്ട്, ജ്ഞാനം. പുലം എന്ന് വെച്ചാൽ ജ്ഞാനം, നോളജ് എന്നുള്ള അർത്ഥമുണ്ട്. പുലവർ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നാണ് അർത്ഥം. കാര്യം അക്കാലത്ത് ഏറ്റവും അധികം സംഘകൃതികൾ പോലും ഏറ്റവും അധികം കൃതികൾ എഴുതിയിരിക്കുന്ന പുലവറാണ്, പുലവർമാരാണ്. അവർ ജ്ഞാനികളായിരുന്നു, വളരെ ഭയങ്കര വലിയ ജ്ഞാനികളായിരുന്നു. അവർ തന്നെ ചിലരും അറിവോരായിട്ട് മാറുന്നുണ്ട്. അറിവോരെന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാതെ വലിയ ചിന്തയിലാണ്ട് പോയി ജീവിക്കുന്ന ആൾക്കാരെ, പുലവരാണെങ്കിലും കുറവരാണെങ്കിലും അവരെയൊക്കെ അറിവോരെന്ന് വിളിച്ച് ബഹുമാനിച്ചിരുന്നു. പിന്നെ ഒരു തിണയാണ് നെയ്തൽ എന്ന് പറയുന്ന തിണ. നെയ്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടലോര കായലോര പ്രദേശങ്ങൾക്കാണ് നെയ്തൽ എന്ന് പറയുന്നത്. അവിടെ ജീവിക്കുന്നവരുടെ തൊഴിൽ എന്തായിരിക്കും? അവർ സ്വാഭാവികമായിട്ടും മത്സ്യബന്ധനമായിരിക്കും. അവിടെ ജീവിക്കുന്നവർക്ക് അന്നുണ്ടായിരുന്ന പേര് വലയർ. എന്താ വലയർ എന്ന് പേര് വരാൻ കാര്യം? അവർ വലയിട്ട് മീൻ പിടിക്കുന്നതുകൊണ്ടാണ്. പരവതർ അല്ലെങ്കിൽ മീനവർ എന്ന ഈ പേരുകളൊക്കെ ആയിരുന്നു. ഒരു ജാതിയല്ലെന്ന് പറയാൻ കാര്യം, ഒരു ജാതി എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ജന്മത്തിൽ നിന്നാണ്. ജന്മത്തിൽ നിന്ന് വരുന്നതാണ് ജാതി, സംസ്കൃതമാണത്. ഇതൊന്നും ജന്മത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവിടെ ചെയ്യുന്ന ജോലികളിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കുറിഞ്ഞിയിൽ താമസിക്കുന്ന ഒരു കുറവൻ വന്നിട്ട് നെയ്തലിൽ വന്ന് താമസിച്ചിട്ട് വലയെറിയുകയാണെങ്കിൽ അവൻ മലവനായി മാറും, അവൻ പിന്നെ കുറവനല്ല. ഇതായിരുന്നു അന്നത്തെ ആ ഒരു വ്യവസ്ഥ. അതായിരുന്നു അങ്ങനെ ഒരു തിണകളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ അതുമായിട്ട് ഇഴുകിച്ചേർന്നാണ് ഇത് ഇവിടുത്തെ ഒരു ജനസംസ്കൃതിയുടെ ഒരു ബഹുസ്വരതയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അവർ ബുദ്ധമതം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല, അത് അതിൽ താല്പര്യമുള്ളവരുടെ ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു. അവർ ബുദ്ധവിഹാരങ്ങൾ സ്ഥാപിച്ചു, ബുദ്ധക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, നിലങ്ങളൊക്കെ ഉഴുതുമറിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാളയും കലപ്പയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ കേരളത്തിനെ ഏറ്റവും ഫെർട്ടൈലാക്കുന്നത് ഈ ബൗദ്ധന്മാരാണ്. ഇവിടെ കലപ്പ കൊണ്ടുവരുന്നതും കാളയെ കൊണ്ടുവരുന്നതും നിലങ്ങൾ ഉഴുതുമറിക്കുന്നതും ഇവിടെ ധാന്യങ്ങൾ വിതയ്ക്കുന്നതുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. BC 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളതാണ്. ആര്യന്മാർ ചെയ്തു എന്ന് പറഞ്ഞൊക്കെ വെറുതെ കള്ളത്തരമാണ്. അതുപോലെ വൈദ്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളെല്ലാം വട്ടശ്രീകോവിലുകളായിരിക്കും. ഏറ്റവും പ്രാചീനം വടക്കുന്നാഥൻ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ വട്ടശ്രീകോവിൽ. എന്താ കാര്യം എന്നറിയോ? ചെറിയ വാതിലുമായിരിക്കും, കുനിഞ്ഞു കയറാവുന്ന കുഞ്ഞു വാതിലായിരിക്കും. അതിനകത്ത് ഈ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഉഷ്ണം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, താപം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ വാതിൽ വെച്ചിരിക്കാനും പച്ചമരുന്നുകൾ സൂക്ഷിക്കുന്നതിനകത്താണ്. എല്ലാ ബുദ്ധവിഹാരങ്ങളും വൈദ്യശാലകൾ കൂടിയാണ്. അവിടെയാണ് ഈ പ്രാർത്ഥനയും ചികിത്സയും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് എന്തെങ്കിലും വയറ്റുവേദനയോ പനിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നു, അവിടുന്ന് മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്ത ക്ഷേത്രങ്ങളിലും പക്ഷേ പിന്നെയും ആ വൈദ്യം തുടർന്ന അനുഭവങ്ങളാണ്. നമ്മുടെ തഴിയിലെ ശാസ്താക്ഷേത്രത്തിൽ ഇപ്പോഴും ആ ചികിത്സയുള്ളത്, ചേർത്തലയിലെ തിരുവിഴ ക്ഷേത്രത്തിൽ ഇപ്പോഴും മാനസിക രോഗത്തിന് ചികിത്സയുള്ളത്. അതെല്ലാം പഴയ ബൗദ്ധക്ഷേത്രങ്ങളാണ്. ചേർത്തല മരിച്ചോറോട്ട ക്ഷേത്രം, അതൊരു വട്ട ശ്രീകോവിലാണ്. അവിടെ വയറ്റുവേദനയ്ക്ക് ഇപ്പോഴും മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പഴയ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ഞാനെൻ്റെ 8ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ച് 8ാമത്തെ വയസ്സിലാണ് നമ്മുടെ നാട്ടിൽ ചേർത്തല ഗ്രാമത്തിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോഴാണ് കാണുന്നത് വീട്ടിലെല്ലാവരും അസുഖം വന്നാൽ വൈദ്യന്മാരുടെ അടുത്ത് പോകുന്നു. ഈ വൈദ്യന്മാരെല്ലാം ഈഴവ കുടുംബക്കാരാണ്, ഈഴവരാണ്. കാര്യം എന്താണെന്നറിയോ? ഈഴവർ പഴയ ബൗദ്ധന്മാരാണ്. ഈ ബ്രാഹ്മണിക് അധിനിവേശത്തോടെ വന്നപ്പോൾ ബ്രാഹ്മണത്തിന് വഴങ്ങാതെ നിന്നവർ ബൗദ്ധന്മാർ മാത്രമാണ്. ജൈനർ വഴങ്ങിക്കൊടുത്തു. ആ ജൈനരാണ് പിൽക്കാലത്ത് നായന്മാരായി തീർന്നതെന്നാണ് ചട്ടമ്പിസ്വാമികൾ എഴുതിയിരിക്കുന്നത്. നാഗത്താന്മാരാണ് നായന്മാരായെന്ന് ചട്ടമ്പിസ്വാമികൾ എഴുതിയിരിക്കുന്നു. കാര്യം ജൈനർക്ക് നാഗാരാധന ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പാർശ്വനാഥൻ, പത്മാവതി എന്ന് പറഞ്ഞ രണ്ട് പാർശ്വനാഥൻ എന്ന് പറഞ്ഞ തീർത്ഥങ്കരന് അകമ്പടി സേവിച്ചിരുന്നത് ധരണേന്ദ്ര, പത്നി എന്ന് പറയുന്ന 2 നാഗങ്ങളായിരുന്നു. ആ നാഗങ്ങളെ സങ്കല്പിച്ച് എല്ലാ ഈ ജൈന കുടുംബങ്ങളുടെയും പിന്നാമ്പുറത്തൊരു നാഗർ കാവുണ്ടായിരുന്നു. അങ്ങനെ വൈദ്യമാവട്ടെ കളരി പറയും, എഴുത്തുപള്ളി തുടങ്ങിയത് ബൗദ്ധന്മാരാണ്. ഇവിടെ പണ്ട് ഹരിശ്രീ കുറിച്ചിരുന്നത് ഹരിശ്രീ ഗണപതിയെ നമ എന്നല്ല. ഇവിടെ ജൈനരാണ് ശരിക്കും ആദ്യമായിട്ട് ഹരിശ്രീ കുറിക്കാൻ തുടങ്ങിയത്. ഇവിടെ അത് നമോതു ചിനതേ എന്നായിരുന്നു. നമോതു ചിനത. കാര്യം പണ്ട് ഖരാക്ഷരങ്ങളൊന്നുമില്ല, നമുക്കെല്ലാം സാധാരണ കാചാട തപ ആ അക്ഷരങ്ങളേ ഉള്ളൂ. ഈ ഖ ഉള്ള ഇതൊക്കെ വരുന്നത് പിന്നീടാണ്, സംസ്കൃതത്തിൻ്റെ കൂടിച്ചേരലിന് ശേഷമാണ്. മറ്റേ തമിഴിലെ പോലുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ജനതയെന്ന് പറയത്തില്ല, ജാതിക്ക് ചാതി എന്നാണ് പറയുന്നത്. ബുദ്ധനെ വിളിച്ചിരുന്ന പുത്തൻ എന്നാണ്. ബുദ്ധൻ എന്ന് പറയാൻ നമുക്കറിയില്ല, നമ്മൾ പുത്തൻ എന്നേ പറയുള്ളൂ. അത് നമ്മൾ ഈ പുത്തൻ നിലം, പുത്തൻ തോട് എന്നൊക്കെ നമ്മൾ ഈ റവന്യൂ രേഖകളിൽ കാണും. ഇതെല്ലാം തന്നെ പഴയ കാലത്തെ ബുദ്ധന്മാരുടെ കാലത്ത് അവർ കുഴിച്ച തോടുകളും അവർ കുഴിച്ച നിലങ്ങളും ഒക്കെയാണ് പുത്തൻ നിലം, പുത്തൻ തോട്, പുത്തൻ പറമ്പ് എന്നൊക്കെ പറയുന്ന ആ പുത്തൻ പ്രയോഗങ്ങളൊക്കെ. നമ്മൾ ഈ അയ്യോപത്വം എന്ന് പറയില്ലേ? എന്താണ് അയ്യോപത്വം എന്ന് പറഞ്ഞാൽ?
അയ്യോ അവൻ അയ്യോ പുത്തോ എന്ന് നിലവിളിച്ചു എന്ന് പറയും. എന്താണ് അയ്യോ പുത്തോ? അയ്യോ ബുദ്ധോ ആണ്. അയ്യൻ ആരാണ്? അയ്യൻ ബുദ്ധനാണ്. മലയാളത്തിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന ഒരു വാക്കാണ് ഈ അയ്യൻ എന്നുള്ള വാക്ക്. അപ്പം നമുക്ക് പെട്ടെന്നൊരു വിഷമം വരികയാണെങ്കിൽ, പെട്ടെന്നൊരു സംഭ്രാന്തി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? നമ്മുടെയൊക്കെ ജീനിലുണ്ടത് അയ്യോ എന്നാണ്. യുങ്ങിൻ്റെ ഒരു തിയറി ഉണ്ട്. യുങ്ങിൻ്റെ തിയറിയിലാണ്ട് ഒരു 10,000 വർഷങ്ങളോടെ നമ്മുടെ ജീനുകൾ നമ്മുടെ സംസ്കൃതി പേറി വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയും എത്രയോ തലമുറകൾ ഈ അയ്യോ എന്ന് വിളിക്കും. അവരുടെയൊക്കെ ജീനിൽ ഈ സംസ്കൃതിയുണ്ട്. ഒരു 10,000 വർഷമെങ്കിലും നമ്മൾ ഈ അയ്യോ എന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ എറണാകുളത്ത് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അനിയത്തിയുടെ മോൻ്റെ കുട്ടി, അവളിപ്പോൾ 2 വയസ്സ് തികഞ്ഞിട്ടില്ല, അവൾ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അയ്യോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവൾ തന്നെ പറയുന്നതാണ് എന്ന് പറഞ്ഞു. കാര്യം അവളുടെ ഉള്ളിലുണ്ട് അയ്യോ. ആ അയ്യൻ നമ്മുടെ പഴയ ബുദ്ധനാണ്, നമ്മുടെ ജീനിലുള്ളതാണിത്. പക്ഷേ ബ്രാഹ്മണിക്ക് അധിനിവേശം വന്നപ്പോഴത്തേക്ക് അയ്യൻ എന്നുള്ള പദവി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അയ്യോ എന്ന് വിളിക്കുന്നത്, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മമാരൊക്കെ പറയും അയ്യോ എന്ന് വിളിക്കരുത്, കാലൻ്റെ അമ്മയുടെ പേരാണ്, അശുഭമാണെന്ന് പറയും സന്ധ്യാസമയത്ത്. കരുത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഏറ്റവും കുടിലമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയാണ്. ആ വാക്കുകളെ പോലും ഇല്ലായ്മ ചെയ്തു. അയ്യോ ബുദ്ധം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെയായി. ഞാൻ ഈ കുറച്ച് പാലി വാക്കുകൾ പറഞ്ഞുതരാം. അത് കേട്ടാൽ ഈ ഭാഷ വേറൊരു ഭാഷയിലേക്ക് ലയിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ വ്യാകരണം അതിൻ്റെ ഭാഗമാകും. ഞാൻ വ്യാകരണത്തിലേക്ക് പോകുന്നില്ല. പിന്നെ അതിൻ്റെ പ്രത്യയങ്ങൾ ഭാഷയുടെ ഭാഗമായിട്ട് വരും. ഇപ്പം മലയാളത്തിൽ സംസ്കൃതവും മലയാളവുമായിട്ട് പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ധനം, 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 തം, ഇങ്ങനെ 3 പ്രത്യയങ്ങൾ നമ്മുടെ മലയാളത്തിൽ കൂടുതലായിട്ട്. ഇപ്പം കുട്ടിത്തം, ആണത്തം, അല്ലേ, അടിമത്തം. സംസ്കൃതമാണെങ്കിൽ അടിമത്വമാണ്, നമുക്ക് മലയാളത്തിൽ അടിമത്തമാണ്, ആണത്തമാണ്, ആണത്തം, കുട്ടിത്തം, പെണ്ണത്തം, ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ ഇത്തം എന്ന് പറഞ്ഞ പ്രത്യേകം കിട്ടിയിരിക്കുന്ന പാലി ഭാഷയിൽ നിന്നാണ്. ഒരു തന്നെ വേണ്ടാതിനും നമ്മൾ പറയും, എന്തിനീ വേണ്ടാതിനൊക്കെ ചെയ്യുന്നത്, ആ തനം വന്നിരിക്കുന്ന പാലിയിൽ നിന്നാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യയങ്ങൾ നമുക്ക് പാലി ഭാഷയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ എളുപ്പം വാക്കുകളായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില വാക്കുകൾ ഞാൻ പറയാം. പുരികം പാലി വാക്കാണ്. പാലിയിൽ ഭുരിക ആണ്. ചന്തി ഒന്നാന്തരം പാലി വാക്കാണ്. ശംതി എന്നാണ് പാലിയിൽ പറയുന്നത്. അതാണ് നമ്മൾ ചന്തിയാക്കി മാറ്റിയത്. കഷണ്ടി പാലിയിൽ. ബിഗ്ഗ, ഗുളിക തന്നെ. പുളകം, നമ്മൾ രോമാഞ്ചം പറയില്ലേ, പുളകം, അത് പുളവ, പാലിയിലെ പുളവയാണ്. നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ചരുവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും ഇതൊക്കെ പാലിയായിരുന്നു എന്ന്? നമ്മുടെ ഭാഷയിലെ പാലി വാക്കുകളാണ് ഇതെല്ലാം. പാലിയിലെ ചരു ആണ് നമ്മുടെ ചരുവം. തവി പാലിയിൽ ദവിയാണ്. കൊട്ട, പെട്ടി, പട്ടി, ഇതെല്ലാം പാലി വാക്കുകളാണ്. പത്തായം പാലിയിൽ പത്തായ. സഞ്ചി നമ്മുടെ സഞ്ചി പാലിയിൽ സംജി ആണ്. കട്ടിൽ, കട്ടുലിയ പാലിയിലെ. കയർ പാലിയിലെ കസടയാണ്. ഇനി നമ്മുടെ ആഹാരം എടുത്താൽ നമ്മുടെ കഞ്ഞി പാലിയിലെ കഞ്ചിയാണ്, കംചി. തൈര്, തഹിർ. പിട്ട്, നമ്മുടെ പുട്ടില്ലേ, പുട്ടിന് പിട്ടെന്ന്, പണ്ട് മലയാളത്തിൽ പിട്ടെന്ന് പറയുന്നത്. കാര്യം പിട്ടെന്ന് പറഞ്ഞാൽ ധാന്യപ്പൊടി എന്നുള്ള അർത്ഥമാണ്. അതിന് പാലിയിൽ പി എഴുതി, സാധാരണ ടാ എഴുതി, ചന്ദ്രക്കൽ എഴുതിയിട്ട് വട്ടത്തുള്ള ടാ എഴുതി ചന്ദ്രക്കൽ, അത് പിട്ട് എന്നാണ്. നമ്മൾ മലയാളത്തിൽ അത് പിട്ട് അല്ലെങ്കിൽ സാധാരണ ടായുടെ ഇരട്ടിപ്പായി. പിന്നെ ചക്കര, ശാക്കര എന്നാണ് പാലിയിൽ. കള്ള്, കല്ല. നെയ്യ്, നേഹ. പിന്നെ നമ്മുടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊതുവായിട്ടുള്ള വസ്ത്രം, നമ്മുടെ ആഭരണം. കുപ്പായം പാലി വാക്കാണ്, കുപ്പായം, കുപ്പാസ. കോവണം, കോടകത്തിന് കോവണം ആയിരുന്നു പാലി. പാവാട പാലി വാക്കാണ്. അവിടെ ഡാ മറ്റേ ഡായാണെന്നുള്ളൂ, ഇങ്ങനെയുള്ള ഡായാണ്. പുടവ പാലി. പണ്ടം പാലിയിലെ ഭണ്ടയാണ്. പൊട്ട് പാലി വാക്കാണ്, നമ്മൾ നെറ്റിയെ തൊട്ടിരിക്കുന്ന പാലിയാണ്. മുത്ത് പാലിയിലെ മുത്ത. പൊതുവായിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ ഏറ്റവും നമുക്ക് പറയാവുന്നത് പള്ളി എന്ന വാക്ക്. ഇത് തന്നെ മതി MGS നാരായണൻ സാറിന് കൂടുതലൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കേരളത്തിലെ പള്ളി പദം വരുന്ന സ്ഥലനാമങ്ങൾ മാത്രം നോക്കിയാൽ മതി. പള്ളി എന്ന് പറഞ്ഞാൽ ബുദ്ധ ദേവാലയങ്ങളാണ്. ആ പള്ളി പദമാണ് പിന്നീട് നമ്മൾ ക്രിസ്ത്യൻ പള്ളികൾക്കും മുസ്ലിം പള്ളികൾക്കും എല്ലാം നമ്മൾ ചേർന്ന്, നമ്മൾ പണ്ടും പള്ളി എഴുന്നള്ളത്തെന്നൊക്കെ അല്ലേ ഇപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളിലും
എന്താ പള്ളി അല്ലേ, പള്ളി ഉറക്കം എന്നൊക്കെ പറയാറുണ്ട്. ആ പാലിയിൽ നിന്ന് വന്നതാണ്. അതുപോലെ പള്ളിക്കൂടം, അതെ, പള്ളിക്കൂടം പാലിയിൽ നിന്ന്. പള്ളിക്കൂടം പണ്ട് നമ്മൾ എഴുത്ത് തുടങ്ങിയത് അങ്ങനെയാണ്, പള്ളിക്കൂടങ്ങളിലായിരുന്നു, എഴുത്തുപള്ളിയായിരുന്നു. എഴുത്തുപള്ളിയാണ് പള്ളിക്കൂടങ്ങളായിട്ട് മാറിയത്. അതുപോലെ അമ്പലം, കത്തനാർ, കത്തനാറിൻ്റെ കത്ത, പാലിയിൽ കത്ത എന്ന് പറയും. പിച്ച്, പിച്ച, ഇതൊക്കെ പാലി വാക്കുകളാണ്. അരിശം, പേയ്, പേയ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. പിന്നെ ചട്ടമ്പി, ചട്ടമ്പി പാലി വാക്കാണ്. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ പണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രമാണിയെ വിളിക്കുന്ന പേരാണ് ചട്ടമ്പി. അങ്ങനെയാണ് ഈ ചട്ടമ്പി സ്വാമി ചട്ടമ്പിയായി മാറിയത്. ആ ചട്ടമ്പി എന്ന് പറഞ്ഞ വാക്ക് പാലിയാണ്. ചന്ത, ചന്ത പാലി വാക്കാണ്. അങ്ങാടി, കച്ചവടം, കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ച എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നർത്ഥം. തുണി, വടം എന്ന് പറഞ്ഞാലും വട എന്ന് പറഞ്ഞാലും തുണി എന്നാണ്. അപ്പം പണ്ട് ഉണ്ടായിരുന്ന ഒരു പ്രധാന കച്ചവടം തുണി വ്യാപാരമായിരുന്നു. അതുകൊണ്ട് അതിന് ആ പേര് വന്നത്, കച്ചവടം എന്ന് പേര് വന്നത്. പിന്നെ കുത്തക, ഗുത്ത, ചരക്ക്, ചുങ്കം, പീടിക, നാണയം, കഴഞ്ച്, നാഴി, പണയം, പന്ന, മോശം എന്നുള്ള അർത്ഥം നമ്മൾ പറയില്ല, പന്നയാണെന്ന്. വക്കാണം, ലോഹ്യം, ചങ്ങാതി, ഇതൊക്കെ പാലി വാക്കുകളാണ്. അത്ഭുതം തോന്നുന്നുണ്ടോ? മലയാളത്തിൽ ഇത്രയും പാലി വാക്കുകളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത്. പിന്നെ സസ്യങ്ങളുടെയും ജീവികളുടെയൊക്കെ പേരെടുക്കുകയാണെങ്കിൽ ചുക്ക്, കുമ്പളം, നന്ദ്യാർവട്ടം, കച്ചി, കഴുത, പക്കി, ചപ്പ്. നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. 9th സെഞ്ച്വറി വരെ നമ്മൾ ഇവിടെ ഈ ചേർനാട്ടിൽ ആരും മൂത്രം ഒഴിച്ചിരുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചേരത്തിൽ ആരും 9th സെഞ്ച്വറി വരെ മൂത്രം ഒഴിച്ചിരുന്നില്ല. നമ്മളിങ്ങനെ മൂത്രം ഒഴിക്കാതെ ജീവിക്കുന്നേ. ഇവിടെ സംസ്കൃത അധിനിവേശം വന്നതിന് ശേഷം നമ്മൾ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ ചെറുനീരാണ് ഒഴിച്ചിരുന്നത്. മൂത്രത്തിന് എന്ത് ഭംഗി, ഒരു എത്ര മനോഹരമായൊരു പേരല്ലേ. അല്ല, എന്ത് മനോഹരമായൊരു പേരായിരുന്നു, ചെറുനീരൊഴിക്കുക. പറയാനൊരു സുഖമുണ്ട് അല്ലേ, ആരോടും പറയാം. മൂത്രം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മടുപ്പുണ്ടല്ലേ. ആ ചെറുനീരിനെ ഇല്ലാതാക്കി മൂത്രമാക്കിയത് ഇവിടെ ബ്രാഹ്മണർ വന്നതിന് ശേഷമാണ്. നമ്മൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദാരം അവരെടുത്ത് നോക്കിയാൽ അതിനകത്ത് സംസ്കൃത പദങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു അച്ഛൻ്റെ പര്യായം നോക്കുകയാണെങ്കിൽ എന്താണ് ജനകൻ, എന്താ ഭാഷേ എന്തൊക്കെയാണല്ലോ, എനിക്കറിയില്ലല്ല. താതൻ, അമ്മയുടെ എന്താ ജനയിത്രി, ജനനി, എന്തെല്ലാം പേരുകളാണ്. ഭൂമിക്ക് എന്താ ധര, ധരിത്രി, ക്ഷോണി, സ്ഥിതി, ക്ഷിതി, എന്തൊക്കെ പറഞ്ഞ് എത്രയോ പേരുകൾ. എല്ലാം സംസ്കൃതം, നല്ല കടിച്ചാപ്പെട്ടാത്ത സംസ്കൃതമാണ്. ഇതൊന്നുമില്ല, നമുക്ക് നല്ല മലയാളം വാക്കുകളുണ്ടായിരുന്നു. ഇവിടെ അമ്മയെ തള്ളയെന്നാണ് വിളിച്ചിരുന്നത്. ഏറ്റവും ബഹുമാന്യതയുള്ള വാക്കായിരുന്നു തള്ള. ആ തള്ള മാറിയിട്ട് അമ്മയായി ഇപ്പം മാറി. ഇപ്പം ഞാൻ ഡി പി ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഏതോ മാഷന്മാർ ഈ തള്ളയും കുഞ്ഞും പരിഷ്കരിച്ചു അല്ലേ, അമ്മയും കുട്ടിയെന്നാക്കി. അത് തള്ള എന്നുള്ള പ്രയോഗം കുമാരനാശാൻ്റെ കവിതയാണ്. കുമാരനാശാൻ കൊടുത്ത ടൈറ്റിലാണ് തള്ളയും കുഞ്ഞും. അതിന് ബഹുമാന്യത പോരാ എന്ന് പറഞ്ഞ് നമ്മുടെ ഏതോ ചർച്ചയിൽ ഇങ്ങനെ വന്നിട്ട് അത് അമ്മയും കുട്ടിയും, അത് പാഠപുസ്തകത്തിൽ അങ്ങനെ ആയെന്ന് തോന്നുന്നു. തള്ളയും കുട്ടിയും, എന്താ അമ്മയും കുഞ്ഞും അല്ലേ. തള്ളയും കുട്ടിയെന്നായിരുന്നു കുമാരനാശാൻ എഴുതിയ കവിതയുടെ പേര്. അതിനെ അമ്മയും കുഞ്ഞും എന്നാക്കി. കാര്യം അമ്മയെന്ന് പറഞ്ഞാലേ പിന്നെ ഒരു ബഹുമാന്യതയില്ല. അപ്പം ശരിക്കും നമ്മുടെ വാക്കല്ല, നമ്മുടെ ശരിയായ മലയാളം തള്ളയായിരുന്നു. അപ്പോൾ തന്തയെന്ന് പറയാൻ പറ്റുമോ? തന്ത ഏറ്റവും പരിഹാസ്യമായ പദമായി ഇപ്പോൾ പുതിയ ന്യൂജൻ്റെ തന്ത വൈബായി മാറി. ഫേസ്ബുക്കിനെ തന്ത വൈബ് എന്നാണ് വിളിക്കുന്നത്, കളിയാക്കി വിളിക്കുന്നതാണ്. അപ്പം ഏറ്റവും പരിഹാസ്യമായ പദങ്ങളാണ് ഇപ്പോൾ തന്തയും തള്ളയും. അമ്മയെ നമ്മളിപ്പോൾ തള്ളയെന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് പോലും ശോഭ ഉണ്ടാവും അല്ലേ. അച്ഛനെ തന്തയെന്ന് വിളിച്ചാൽ അച്ഛനും ദേഷ്യം വരും, ഉറപ്പാണ്. കാര്യം ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറി. ഇങ്ങനെ പാലിയിലൂടെ നമ്മുടെ ഭാഷ ഒരുപാട് രൂപാന്തരപ്പെട്ടു. പിന്നെ അതിനുശേഷം സംസ്കൃതം നേരത്തെ ഉണ്ട്. ആര്യന്മാർ ഈ ബ്രാഹ്മണിക് അധിനിവേശം വരുന്നതിന് മുമ്പ് നമുക്കിവിടെ സംസ്കൃതം പ്രചരിച്ചിരുന്നു, പക്ഷെ അത്രയും വ്യാപകമായിരുന്നില്ല. പിന്നീട് ഇവർ വളരെ ബോധപൂർവം തന്നെ അവരൊരു ദേവഭാഷ എന്ന നിലയ്ക്ക് മറ്റുള്ളവർ വിദ്യാഭ്യാസം ചെയ്യേണ്ട എന്നുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്കൃതം അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ മലയാള ഭാഷയിൽ ഒരുപാട് സംസ്കൃത പദങ്ങൾ കടന്നു വരുന്നു. പിന്നെ അതിനൊക്കെ മുൻപ് തന്നെ നമുക്ക് കേരളത്തിന് മറ്റ് രാജ്യത്തെ വ്യാപാരികളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. ഗ്രീസുമായിട്ടും റോമുമായിട്ടും ചൈനയുമായിട്ടും അറബിയുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. പേർഷ്യൻ ഭാഷയുമായിട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപാട് പേർഷ്യൻ പദങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ഒരുപാട് പോർച്ചുഗീസ് പദങ്ങൾ. അപ്പം പോർച്ചുഗീസൊക്കെ പിന്നെ കൊളോണിയൽ കാലഘട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ പേർഷ്യൻ പദങ്ങൾ എടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒട്ടുമിക്കത് വ്യവഹാര ഭാഷയും പേർഷ്യൻ വാക്കുകളാണ്. ഹാജർ, നമ്മുടെ കടലാസ് പോർച്ചുഗലിൽ നിന്നും വന്നിട്ടുണ്ട്,
പേർഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. കാര്യം ബാഗ്ദാദിൽ നിന്ന് കടലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് അവർ ഇവിടേക്ക് ഇവിടെ കൊണ്ടുവന്നിരുന്നു. കടലാസ് നമ്മുടെ വാക്കല്ല. അതുപോലെ തബല, ഉലുവ, വക്കീൽ, സിപായി, തസ്തിക, ദല്ലാൾ, ജപ്തി, ബാക്കിയില്ലേ, ബാക്കി ചോദിക്കുക. ബാക്കി നമ്മുടെ വാക്കല്ല, ബാക്കി പേർഷ്യനാണ്. ജാമ്യം, ഹർജി, മരാമത്ത്, നാരങ്ങ, ഖജനാവ്, താലൂക്ക്, കച്ചേരി, ജില്ല, ഇങ്ങനെയുള്ള നമ്മുടെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഇതിൽ വരുന്ന മിക്കവാറും വാക്കുകളെല്ലാം തന്നെ പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ഹജൂർ കച്ചേരി, ഹജൂർ റദ്ദ് ചെയ്യുക, റദ്ദ്. പിന്നെ സർബത്ത്, ബീഡി, ചാവടി, കവാത്ത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ തന്നെ പേർഷ്യയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിനുശേഷം അതോടൊപ്പം തന്നെ നമുക്ക് ചൈനീസ് വാക്കുകളുണ്ട് നമ്മുടെ ഭാഷയിൽ. അപ്പോൾ ചീനച്ചട്ടി എന്നുള്ള വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്നതാണ്. പിന്നെ കഞ്ഞിയും പാലി പോലെ തന്നെ ചൈനീസ് ഭാഷയിലും കഞ്ഞിയുണ്ട്. പിന്നീട് നമുക്ക് ഈ കൊളോണിയൽ കാലഘട്ടം വരികയാണ്. പിന്നെ അങ്ങോട്ട് വാസ്കോഡി ഗാമയുടെ കാലം 1498 വാസ്കോഡി ഗാമ വന്നതിന് ശേഷം പിന്നെ ഒരു 500 വർഷം നമ്മുടെ ഒരു കൊളോണിയൽ കാലഘട്ടമായിരുന്നു. പിന്നെ അങ്ങോട്ട് നമുക്ക് സംഭവിക്കാൻ നമ്മൾ ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ വൈദേശിക ഭാഷയുമായിട്ട് നമുക്ക് സങ്കരം ഉണ്ടാകുന്നു. അങ്ങനെയാണ് മലയാളത്തിൽ വീണ്ടും കുറേ പുതിയ പദങ്ങൾ വരുന്നു. ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്ന പല നവീന പദങ്ങളും പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിൽ വന്നതാണ്. ഉദാഹരണമായിട്ട് അലമാര, ഇസ്തിരി, ഇസ്തേർ എന്നാണ് അതിൽ പറയാൻ പോർച്ചുഗലിൽ എഴുതുന്നത്. ജനാല, സ്കൂൾ, മേശ, കസേര, തുവാല, വരാന്ത, കൊന്ത, കുമ്പസാരം, കുശിനി, വിനാഗിരി, സവാള, നമ്മുടെ സവാളയില്ലേ, സവാള പോർച്ചുഗലാണ്. ചാവി, ലേലം, പേരക്കയില്ലേ, പേരക്കയുടെ രൂപം കണ്ടപ്പോൾ ഒരു പിയർ ഫ്രൂട്ടിനോട് സാമ്യമെന്ന് തോന്നിയിട്ട് അവർ പിയർ എന്നുള്ള പേര് വിളിച്ച് അതിനെ പേരയാക്കി, നമ്മളതിനെ പേരയാക്കിയതാണ്. അതുപോലെ കശുമാവിനെ അവർ കൊണ്ടുവന്ന കാജു, അവരുടെ കാജുവാണ്. വസ്ത്രം സംസ്കൃതമാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. വസ്ത്രം പക്ഷേ സംസ്കൃതമല്ല, പോർച്ചുഗലാണ്. വെസ്റ്റിർ എന്ന് പറയുന്ന പോർച്ചുഗൽ വാക്കിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു ധാരണ ഇത് സംസ്കൃത പദമാണെന്നായിരുന്നു. അതുപോലെ തന്നെ വീഞ്ഞ്, പാതിരി, പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന വാക്കുകളാണ്. പാതിരി, വികാരി, കുരിശ്, ലോഹ, സെമിത്തേരി, ഇതെല്ലാം പോർച്ചുഗൽ പദങ്ങളാണ്. പിന്നെ ഷോഡതി, നമ്മുടെ ലോട്ടറി, കോപ്പ, പ്രാക്കില്ലേ, പ്രാക്ക് മലയാളമല്ല, പ്രാക്ക് പോർച്ചുഗലാണ്. പോർച്ചുഗലിലെ പ്രാഗയാണ് നമ്മുടെ പ്രാക്കായിട്ട് മാറിയത്. പ്രാഗയാണ് പ്രാക്കായിട്ട് മാറുന്നത്. അങ്ങനെ ഒരുപാട് പദങ്ങൾ നമുക്ക് ഈ പോർച്ചുഗൽ ഭാഷയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഡച്ച്, ഡാനിഷ്, ഇംഗ്ലീഷ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ നിന്ന് ധാരാളം വാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഭാഷയുടെ വികാസത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഡച്ചിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കോസിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സസ്യപദങ്ങൾ നമുക്ക് ഡച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും ഭാഷയുടെ ദൗർബല്യമല്ല, ശരിക്കും ഭാഷയുടെ ശക്തിയാണ്. ഭാഷ വളരുന്നത് അങ്ങനെയാണ്. എനിക്കൊന്ന് തമിഴിനേക്കാളും കൂടുതൽ പുതിയ പുതിയ പദങ്ങൾ വന്നിരിക്കുന്ന മലയാളത്തിലാണ്. തമിഴർ അവർ സ്വീകരിക്കാൻ മടിയാണ്. ഒരു പുതിയ പദത്തെ സ്വീകരിക്കാൻ മടിയാണ്. അവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിന് അപ്പോൾ ഒരു വാക്ക് കൊടുക്കും, അല്ലേ? ഒരു പുതിയ വാക്കുണ്ടാക്കി. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കാവൽ നിലയം ആക്കി. ടെലിവിഷന് തമിഴിൽ വാക്കുണ്ട്, കമ്പ്യൂട്ടറിന് വാക്കുണ്ട്, ലാപ്ടോപ്പിന് വാക്കുണ്ട്. അവർക്ക് ഈ ഫേസ്ബുക്കിന് വരെ ഒരു പേര്, അല്ലേ, പേരിട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ അങ്ങനെയല്ല. അതെ, വാട്സാപ്പ് അവർ സ്വന്തമായിട്ടെല്ലാം അവരുടെ തമിഴ്വൽക്കരിക്കുന്നവരാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല. മലയാളത്തോട് അത്ര വലിയൊരു വൈകാരിക ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്. അത് ഒരു വിധത്തിൽ നല്ലതാണ്, ഭാഷയ്ക്കൊരു വളർച്ചയുണ്ടാവും. ഇപ്പം ഞാൻ നിർത്തുകയാണ്. ഇപ്പം ഏറ്റവും നമുക്ക് നന്ദി പറയേണ്ട നമ്മുടെ പുതിയ തലമുറയോടാണ്. അവർ ഒരുപാട് പുതിയ പദങ്ങൾ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയ ചെത്ത്, അടിപൊളി എന്നുള്ള വാക്കുകളൊക്കെ ആയിരുന്നു. നമ്മളോർത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണത്തില്ല. പക്ഷേ ജെൻസിയുടെ ഒരു മുന്നേറ്റം വന്നതോടുകൂടി മലയാള ഭാഷയിൽ ഇപ്പം ഒത്തിരി നമുക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് മലയാള പദങ്ങൾ വന്നിരിക്കുകയാണ്. തേപ്പ് ഇപ്പം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ലേ? തേപ്പ് മലയാളത്തിലൊരു പ്രണയപദമായി മാറിയിരിക്കുകയാണ്. ഇപ്പം പ്രണയമുണ്ടെങ്കിൽ അവിടെ ഒരു തേപ്പ് ഉണ്ടായിരിക്കും. പണ്ട് നമ്മുടെയൊക്കെ തേപ്പെന്ന് പറഞ്ഞാൽ ചുമര് തേപ്പും, അല്ലേ, ഇസ്തിരി ഇടലും ആയിരുന്നു നമ്മുടെ തേപ്പെന്ന് പറഞ്ഞാൽ. ഇപ്പം അതല്ല. ഇപ്പം അവൻ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അവൾ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു പുതിയ മലയാള പദമാണ്. അതുപോലെ തന്നെ പോസ്റ്റാക്കൽ, അവൻ എന്നെ പോസ്റ്റാക്കി.
അവിടെ പോയി ഒന്നും ചെയ്യാനില്ലാതെ നിർത്തുന്നതിന് പറയുന്നതാണ് പോസ്റ്റാക്കൽ. കലിപ്പിടുക, കലിപ്പിടുക. പിന്നെ ഞാൻ ഈയിടയ്ക്ക് കണ്ടൊരു വാക്കാണ് മീനവിയൽ. മീൻ മയിൽ എന്നുള്ളതിന് അതിനെ ഇപ്പം ഇവർ മെസ്സേജുകളൊക്കെ മീനവിയൽ എന്നാണ് കൊടുക്കുന്നത്. മീനവിയൽ. എനിക്ക് തോന്നുന്നു വളരെ നർമ്മബോധമുള്ളവരാണ് ഈ പുതിയ തലമുറ. കാര്യം അവരെ ഈ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന വലിയ ഫ്രോഡുകളെ കുറിച്ചൊക്കെ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഒറ്റ പേരിട്ടിരിക്കുകയാണ്, നന്മമരം. ഇത്രയൊക്കെ നർമ്മബോധമുള്ളൊരു തലമുറയാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് കൂടുതൽ അഭിമാനം തോന്നുകയാണ്. അതുപോലെ കിടു, അടിപൊളി, കിടുവേ, പൊളപ്പൻ, ഇതൊക്കെ പുതിയ ജൻസി പദങ്ങളാണ്. പിന്നെ ഒരേ ചായ ഉള്ളവരാണ് ഈ പറയുന്നത് എന്താണ് ചായ കാച്ചൽ. എടാ ഒരു ചായ കാച്ചലുണ്ടല്ലോ ഇവിടെ, ഒരേ റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ, ഒരേ ചായ ഉണ്ടെങ്കിൽ പറയുന്ന. പിന്നെ പ്രണയപദമാണ് ചങ്ക്. ചങ്ക് എന്നൊരു വാക്ക് ഏറ്റവും കോമൺ ആയിരിക്കുകയാണ് ഇപ്പം ജൻസിയുടെ ഇടയിൽ. പിന്നെ ഇവർ ഈ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്ന പല പല സാഹചര്യങ്ങളിൽ നിന്നുകൂടിയാണ്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് പുകവലിക്കെതിരെ ഒരു പരസ്യചിത്രം ചെയ്തിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിൽ പുകവലിയുടെ ആ ഒരു വൈഷമ്യത്തെക്കുറിച്ച്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പുതിയ വാക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്തൊരു ദ്രാവിഡാണ്, എന്തൊരു കഷ്ടമാണെന്നുള്ളതിന്. പിന്നെ പുകവലിയുടെ ഫലം വളരെ കഷ്ടമാണ്. അപ്പം അതിനെക്കുറിച്ച് കമൻറ്റ് വെച്ചുകൊണ്ട് പിന്നെ ഒരു വാക്കുണ്ടാക്കിയിരിക്കുകയാണ് അവർ. അപ്പോൾ അവരുടെ മെസ്സേജുകളിലൊക്കെ ഇതാണ്, എടാ എന്തൊരു ദ്രാവിഡാടാ എന്നാണ് കൊടുക്കുന്നത്. എന്തൊരു ദ്രാവിഡാണ്, എന്തൊരു കഷ്ടമാണ് എന്നുള്ളതിന് പുതിയൊരു വാക്കാണ്. അതുപോലെ പണിപാളി, അളിയാ പണിപാളി, നമ്മളിപ്പോൾ സിനിമയിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. അതുപോലെ അബ്രീവേഷൻസ് ഉണ്ട്, ഒരുപാട് അബ്രീവേഷൻസ്, ചുരുക്കെഴുത്തുമുണ്ട്. ഇംഗ്ലീഷിൽ ബ്രോ എന്ന വാക്കിന് മലയാളത്തിൽ സമാന്തരമായിട്ട് മലയാളത്തിൽ അവർക്ക് അവരുടെ ഈ വാട്സാപ്പ് മെസ്സേജുകളിലൊക്കെ ഉള്ള വാക്കാണ് സഹോ. സഹോ എന്നാണ് വിളിക്കുന്നത്. ബ്രോയ്ക്ക് മലയാളം കണ്ടെത്തി. നിഷ്കളങ്കന ഒരു ഇത് എന്താ പറയുക, അബ്രീവേഷൻ കണ്ടെടുത്തു, നിഷ്കു. നിഷ്കുണ്ട്, ദുർഗുണ്ട്. ഒരു ദുർഗുണനാണെങ്കിൽ ദുർഗുവാണ്. ഒരു നിഷ്കളങ്കനാണെങ്കിൽ നിഷ്കുവാണ്. ഒരു നൊസ്റ്റാൾജിക് ആണെങ്കിൽ നൊസ്റ്റുവാണ്. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇപ്പം മലയാളത്തിൽ വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ തന്തവൈബ് ഉൾപ്പെടെയുള്ള അഡാർ, ഗംഭീരം എന്നുള്ളതിന് അഡാർ. ഇങ്ങനെ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിനെക്കുറിച്ച് എനിക്ക് പ്രത്യാശ കൂടുകയാണ്. കാര്യം ഈ പുതിയ ജനറേഷൻ കൂടി വന്നപ്പോഴത്തേക്കും മലയാള ഭാഷ കൂടുതൽ വികസിക്കുകയാണ്. പുതിയൊരു മലയാള നിഘണ്ടു ശ്രീകണ്ഠേശ്വരത്തിന് ശേഷം തയ്യാറാക്കേണ്ട ഒരു കാലമായിരിക്കുകയാണ് മലയാളം. കാര്യം പുതിയ മലയാള പദങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു പുതിയ ഒരു മലയാളം, ഒരു താരാവലി, ഒരു ശബ്ദ താരാവലി ഉണ്ടാവേണ്ട ഒരു കാലമായിരിക്കുകയാണ്. കൂടുതൽ ഞാൻ കുറേ നാട്ടുവഴക്കങ്ങളുടെ കൃഷ്ണപിള്ള സാറ് കേരളയുടെ കഥയിൽ പറയുന്നതും ഡോക്ടർ ടി പവിത്രൻ ഭാഷാ മലയാളത്തിൽ പറയുന്നതായിട്ടുള്ള കുറേ നാട്ടുവഴക്കങ്ങളുടെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഈ വടക്കും തെക്കും എങ്ങനെയാണ് ഭാഷയുടെ ഈ ഭാഷാഭേദം, അതെങ്ങനെ മലയാളിക്ക് മനസ്സിലാവാത്തൊരു മലയാളമായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രത്തിലൂടെയാണ് നമ്മുടെ മലയാള ഭാഷ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഭാഷയായിട്ട് മാറിയിരിക്കുന്നത്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചോരയുടെ മണം കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു 10 നൂറ്റാണ്ടോളം കേരളത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിലനിന്നിരുന്നൊരു ബൗദ്ധ ജൈന പാരമ്പര്യത്തിൻ്റെ വലിയൊരു സംഭാവന നമ്മുടെ ഭാഷയിലുണ്ട്. നമ്മുടെ സംഘകാലം തുടങ്ങിയുള്ള ഒരുപാട് സാഹിത്യകൃതികളൊക്കെ ഈ ബൗദ്ധ ജൈന കൂടിച്ചേരലിൻ്റെ ആ ബഹുസ്വരതയുടെ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനയായിരുന്നു. അവരൊരു മഴവിൽ സമൂഹമായിരുന്നു, നമ്മൾ നിറവൈവിധ്യമുള്ളൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിലേക്കാണ് ഒരു ബ്രാഹ്മണിക് അധിനിവേശം വന്ന് ഇവിടെ ഈ അയിത്തം കൽപ്പിക്കുന്നതും, ബ്രാഹ്മണിൽ നിന്നും ശൂദ്രന് 12 അടി 16 അടി അകലം, ശൂദ്രനിൽ നിന്നും നായരിൽ നിന്നും ഈഴവന് 16 അടി, ഈഴവിൽ നിന്നും പുലയന് 32 അടി, പുലയിൽ നിന്നും പറയന് 16 അടി എന്ന് പറഞ്ഞിങ്ങനെ തീണ്ടൽ കൽപ്പിച്ച് പുതിയൊരു ജാതി വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഫ്യൂഡൽ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, പുതിയൊരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ അടിച്ചേൽപ്പിച്ച, കേരളത്തിനെ പിന്നോട്ട് തിരിച്ച ഒരു സാമൂഹിക സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രക്രിയയായിരുന്നു. ഈ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ശബരിമല ക്ഷേത്രം ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ശരണംവിളി തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശബരിമല എന്നല്ല, കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് ബൗദ്ധക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും കൈകേറി. ഇന്ന് നമ്മൾ കാണുന്ന പല ജൈനക്ഷേത്രങ്ങളും ബൗദ്ധക്ഷേത്രങ്ങളും എല്ലാം തന്നെ ഇന്ന് കാണുന്ന ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ പഴയകാലത്തെ ജൈനക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ബൗദ്ധ ക്ഷേത്രങ്ങളായിരുന്നു, പ്രാചീന ക്ഷേത്രങ്ങൾ.
ഈ കുളത്തൂപ്പുഴയിൽ ഒരു ശാസ്താക്ഷേത്രമുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹം, അവിടെ ഒരു ശിലാരേഖയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ആ കടലിൽ നിന്ന് കിട്ടിയതെന്നാണ്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷികൾ പറക്കുന്ന ഉയരത്തിൽ ഒരു പ്രാസാദാഗ്രമുള്ള ഒരു ബുദ്ധവിഹാരം അവിടെ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നൊരു വിഗ്രഹമാണത് അവിടെ ശാസ്താവായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ശാസ്താവ് തന്നെ പിൽക്കാലത്ത് ബുദ്ധനെ തീർത്തും അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയില്ല, സാധാരണ ജനങ്ങളുടെ ജീനുകളിൽ ഇതുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രതിഷ്ഠിച്ചതാണ്. ശാസ്താവിനെ മറ്റൊരു വകഭേദമാക്കി കൊടുത്തു. പക്ഷെ അതെല്ലാം ബുദ്ധ സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കാവുടയോൻ അല്ലേ, ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ കാവുടയോൻ എന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠയുണ്ട്. അമ്പലത്തിൻ്റെ നാലമ്പലവും കഴിഞ്ഞിട്ട് ആ കോമ്പൗണ്ടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയെ കൊണ്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അയിത്തമുണ്ട്, ശാസ്താവാണ്, ബൗദ്ധനാണ്. കരിമാടിക്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധവിഗ്രഹമാണ്, ബുദ്ധൻ്റെ വിഗ്രഹമായിരുന്നു. ഇവിടെ ഒരുപാട് ബുദ്ധവിഗ്രഹങ്ങൾ തകർത്തു. അവരന്ന് ഈ ബുദ്ധവിഗ്രഹങ്ങളെല്ലാം തകർത്ത് തച്ചുടച്ച് ജലാശയങ്ങളിൽ എറിയുകയാണ് ചെയ്തത്, അതിന് ഭൗതികമായിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി. അങ്ങനെ എറിഞ്ഞൊരു ബുദ്ധവിഗ്രഹമാണ്. ഒരു വശം മുഴുവനും തലയുടെ ഒരു ഭാഗവും ഒരു കയ്യുമില്ലാത്ത ഒരു ബുദ്ധവിഗ്രഹമാണ് കരിമാടിക്കുട്ടൻ. ഈ കുട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കുട്ടൻ ബുദ്ധനാണ്. ബുദ്ധനെ പുത്തനെന്നും വിളിക്കും, കുട്ടനെന്നും വിളിക്കും. ബുദ്ധനെ വിളിച്ചിരുന്ന പേരുകളാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ നാടായിരുന്നു കുട്ടനാട്. അപ്പോൾ കരിമാടിക്കുട്ടൻ കരിമാടിയിലെ ബുദ്ധനാണ്. കരിമാടി എന്ന് പറയുന്ന സ്ഥലത്തെ ബുദ്ധനാണ്. പിന്നെ ആൾക്കാർ അതിനെ പണ്ട് കരിമാടി ബുദ്ധൻ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. കരിമാടി പുത്തനെയാണ് പിന്നീട് കരിമാടി കുട്ടനായിട്ട് മാറ്റിയത്. രണ്ടും ഒരേ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ ശബരിമലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്വാർമാരും നയനാർമാരും തമ്മിലുള്ള ഒരു ലയനത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ വിചിത്രമായൊരു ഭാഷ നമ്മൾ കേൾക്കുന്നത് അല്ലേ. മഹാവിഷ്ണു മറ്റേ പാലാഴി മദനത്തിൻ്റെ സമയത്ത് അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി മോഹിനി വേഷം കെട്ടിയതായിട്ടും ആ മോഹിനി വേഷം വീണ്ടും വന്നെടുക്കാനായിട്ട് ശിവൻ ആവശ്യപ്പെട്ടതായിട്ടും ശിവൻ്റെ മുന്നിൽ മഹാവിഷ്ണു മോഹിനി വേഷം എടുത്തു വന്നപ്പോൾ ശിവൻ ആ മോഹിനിയിൽ അനുരക്തനായെന്നും അങ്ങനെ അവരുടെ അനുരാഗത്തിൽ നിന്നും ഒരു ശിശു മോഹിനിയുടെ തുട പിളർന്ന്, സിസേറിയനാണോ എന്നറിയില്ല, തുട പിളർന്നൊരു ശിശു ഉണ്ടായി. വളരെ വിചിത്രവാദമാണ്. ശരിക്കും എങ്ങനെയാണ് ഈ തുട പിളർന്ന് ഈ കുഞ്ഞുണ്ടായത്? ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രണയത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായത് എന്താണ്, എങ്ങനെയാണ്? ആൾവാർമാരും നയനാർമാരും കൂടി യോജിച്ചാണ് അവിടെ ശബരിമല ക്ഷേത്രം കീഴടക്കിയിരിക്കുന്നത്. വൈഷ്ണവൈറ്റ്സും ശൈവൈറ്റ്സും ചേർന്നാണ്. അവരുടെ രണ്ടുപേരുടെയും കൂടെ കോമൺ ഇൻട്രസ്റ്റാണത് ആ ക്ഷേത്രം. അങ്ങനെ ഒന്നുകൊണ്ടാണ് അതിന് ഉപോത്ബലകമായിട്ടൊരു കഥ ചമച്ചുണ്ടാക്കിയത്. ഈ മോഹിനിയുടെയും ശിവൻ്റെയും കഥയുണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ താന്ത്രിക് യോഗിനിയില്ലേ, മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നൊരു താന്ത്രിക് യോഗിനിയായിരുന്നു. അവിടെ ഒരു താന്ത്രിക് യോഗിനി ക്ഷേത്രം ഉണ്ടായിരുന്നു, വിഹാരം ഉണ്ടായിരുന്നു. വിഹാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഈ ശബരിമലയുടെ അപ്പുറത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന അന്നത്തെ താന്ത്രിക് യോഗിനിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായിരുന്നു ബുദ്ധമതത്തിൽ ഏറ്റവും പ്രാമാണ്യം ഉണ്ടായിരുന്നത്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ഈ വജ്രയാനം എന്ന് പറയുന്ന താന്ത്രിക് ബുദ്ധിസ്റ്റിൽ അത് തേർഡ് ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മയാണ് തേരാവാദം ബുദ്ധൻ്റെ കാലത്തുണ്ടായിരുന്നത്. സെക്കൻഡ് ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മയാണ് ഈ മഹായാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തു അശോകൻ്റെ കാലത്ത്. തേർഡ് ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മയാണ്, ധർമ്മചക്രത്തിൻ്റെ 3-ാം തിരിവാണ് വജ്രയാനിസം എന്ന് പറയുന്നത്. വജ്രയാനിസത്തിൽ അത് AD 3-4 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. അതിലാണ് ഏറ്റവും അധികം പ്രാമാണ്യം ഉണ്ടായിരുന്ന സ്ത്രീകൾക്കാണ്. ഏറ്റവും വളരെ വിദുഷികളായിട്ടുള്ള നല്ല കമാൻഡിങ് പവറുള്ള സ്ത്രീകളായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയുടെ ഒരു യോഗിനിയുടെ ക്ഷേത്രം ഞാൻ നേപ്പാളിൽ കണ്ടു. കാഠ്മണ്ഡു താഴ്വരയിൽ വജ്രയോഗിനി ക്ഷേത്രം. ആരാണ് ഈ വജ്രയോഗിനി എന്നറിയാമോ? നമ്മുടെ ഭദ്രകാളി. ആ വജ്രയോഗിനിയാണ് ഇവിടെ കാളിയായിട്ട് മാറിയത്. കാളിക്ക് പിന്നെ ഒരു ഭദ്രപദം ചേർത്തന്നേ ഉള്ളൂ. ആ കാളി തന്നെയാണ് അവിടെ പഴയ ആദിത്യനാവിടെ സംസ്കാരത്തിലെ കൊറ്റവിയുമായിട്ട് സാമ്യമുള്ള ഒരു ദേവത കൂടിയാണ്. ആ താന്ത്രിക് ബുദ്ധിസ്റ്റിലെ വജ്രയോഗിനിയാണ് ഭദ്രകാളി. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഇത്രയേറെ ഭദ്രകാളി ക്ഷേത്രങ്ങളുള്ളത് ഈ ഒരു കൾട്ടുകാരനുമാണ്. ഇവിടെ ഒരു താന്ത്രിക് കൾട്ട് നമ്മുടെ ഈ തീരത്ത് ബുദ്ധിസ്റ്റിലെ 3-ാം തിരിവായ വജ്രയാന ബുദ്ധിസ്റ്റ് നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരങ്ങളിൽ വളരെ വ്യാപകമായിരുന്നു. നമ്മുടെ ഹ്യുവാൻസാങ് പാടലീപുത്രത്തിൽ പോയിട്ട്, ഹ്യുവാൻസാങ് ആണെന്ന് എനിക്ക് തോന്നുന്നു, എഴുതിയിട്ടുണ്ട് പാടലീപുത്രത്തിൽ. അത് ഇപ്പോഴത്തെ പാറ്റന. പാടലീപുത്രത്തിൽ ചെന്നപ്പോൾ അവിടെ കുതിരകെട്ടും കാളകെട്ടും കണ്ടപ്പോൾ അദ്ദേഹം ഇത് കേരളത്തിൽ കണ്ടിരുന്നു. മാവേലിക്കരയിലെ കാളകെട്ടും കുതിരകെട്ടും ഇല്ല ഇപ്പോഴുണ്ടല്ലോ, അതെല്ലാം പഴയ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഈ കുതിരകെട്ടും കാളകെട്ടും ഒക്കെ. ചെട്ടികുളങ്ങരയുണ്ട്. ഇതെല്ലാം ആ ഒരു ബെൽറ്റ് മുഴുവൻ അതെ, അവിടെ എല്ലാം ബൗദ്ധ കേന്ദ്രങ്ങളായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ഭാഷയുമായിട്ട് ചേർത്ത് പറയുമ്പോൾ മലയാള ഭാഷ ഏറ്റവും അധികം സമ്പന്നമാക്കി ഇന്നത്തെ
മലയാളമാക്കി മാറ്റിയത് ആ ഒരു ബുദ്ധ ജൈന കാലഘട്ടമാണ്. BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു 10-11 നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന 12 നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പൈതൃകം നമുക്കുണ്ട്. ആ പൈതൃകമാണ് നമ്മുടെ ഈ ഭാഷയായിട്ട് മാറ്റുന്നതും AD 10-ാം നൂറ്റാണ്ടോടെ തമിഴിൽ നിന്നും പൂർണ്ണമായിട്ടും വേർപെട്ട ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് മലയാളം മാറുന്നതും. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റൂട്ട്സ് വേരുകൾ നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു അഭിമാനം നമുക്കുണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഈ നവംബർ 1 തുടങ്ങി ഒരാഴ്ച മാത്രമേ മലയാളത്തെ സ്നേഹിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്തെ മറക്കും. എനിക്ക് ഒരു 30 വർഷം മുൻപുണ്ടായ ഒരു അനുഭവം കൂടി പറയാം. സർക്കാർ സർവീസിൽ വന്നു കഴിഞ്ഞ് എന്നെ ആദ്യമായിട്ട് ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞാൻ അടൂർ RDO ആയിട്ടാണ് എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായിട്ട് തന്നെ 95-ൽ അടൂർ RDO ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പോസ്റ്റ് ചെയ്യുകയാണ് അടൂർ RDO ആയി പോസ്റ്റ് ചെയ്ത് ഒരു ദിവസം എൻ്റെ ക്ലർക്ക് ബാബു, കടമ്പനാട്ടുകാരനാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് 2 ആഴ്ച ലീവ് വേണം, ഒരു മാർച്ച് മാസമാണ്. ഞാൻ ചോദിച്ചു എന്താ ബാബു എന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ മോന് പരീക്ഷയാണ്, അവനിപ്പം 9-ാം ക്ലാസ്സിൽ ആയി, അപ്പം പരീക്ഷയാണ്, ഇപ്പോൾ ഞാനടുത്ത് മോനെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ ചോദിച്ചു അത് ബാബു ഒരു പ്രധാനപ്പെട്ട സീറ്റിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് 2 ആഴ്ച ലീവ് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. അല്ല സാർ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ലീവ്, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ്, കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു മോഡൽ സ്കൂളിലാണ്, ബോർഡിംഗ് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. പരീക്ഷ വന്നപ്പോഴത്തേക്കും ഹോസ്റ്റൽ അടച്ചു, ഇവൻ്റെ വീട്ടിലേക്ക് പോന്നു. ഇനി പരീക്ഷയ്ക്ക് ഓരോ ദിവസവും സ്കൂളിൽ ചെന്ന് പരീക്ഷ എഴുതണം. അപ്പം ഞാൻ ആദ്യം കരുതി മോനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ബാബു ലീവ് എടുക്കുന്നതാണ്. പ്രശ്നം അതല്ല. കടമ്പനാട്ടുകാരനായ ഈ കുട്ടിക്ക് കടമ്പനാട്ടിൽ നിന്ന് ബസ് കയറി കൊട്ടാരക്കര സ്കൂളിന് മുമ്പിൽ എത്തണമെങ്കിൽ ബോർഡ് വായിക്കാൻ അറിയണം. മലയാളത്തിൽ ബോർഡ് വായിക്കാൻ അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. ബാബുവിൻ്റെ മകന് മലയാളത്തിൽ ബോർഡ് വായിക്കാൻ അറിയില്ല. ബാബുവിൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നില്ല, അവിടെ മലയാളം സംസാരിക്കാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ബാബു ഈ കുട്ടി കേരള സമൂഹത്തിൽ ജീവിക്കണ്ടേ, എന്തിനാ സാറേ അവരൊക്കെ ഇനി പുറത്തു പോകത്തില്ലേ? എന്നെക്കാളും ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു ബാബു എന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നു. ഇപ്പം കേരളത്തിൽ ആരുമില്ല ചെറുപ്പക്കാർ, അല്ലേ? അപ്പോൾ ബാബുക്ക് അന്നേ വലിയ ദീർഘവീക്ഷണത്തോടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതാണ് നമ്മുടെ മലയാളികളുടെ സ്നേഹം. പക്ഷേ തമിഴർ അങ്ങനെയല്ല. അവർ പുതിയ പദങ്ങൾ ഭാഷയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭാഷയെ സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ ആണ്ടിലൊരിക്കൽ മലയാള ഭാഷയെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ നമ്മളിങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തും, നിങ്ങൾ കേട്ടിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ മലയാളത്തെ പതുക്കെ മാറ്റിവെക്കും അടുത്ത വർഷത്തേക്ക്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ഈ ഒരു അവസരം എനിക്ക് തന്ന സീമ ടീച്ചറിനും അതുപോലെ ഇവിടെ എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.